നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ തറക സലാസ ജുമഇൻ ബിഗൈരി ഉദ്രിൻ തബഅല്ലാഹു ഫീ ഖൽബിഹി. ഒരു മനുഷ്യൻ 3 ജുമഅ അകാരണമായി കാരണമൊന്നുമില്ലാതെയാണ് അവൻ ഒഴിവാക്കുന്നത് എങ്കിൽ അവന്റെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാപട്യത്തിന്റെ സീര വെക്കും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുനാഫിഖായാലോ കപടവിശ്വാസിയായാലോ ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ട് അവനാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ടൊരു കപടവിശ്വാസത്തിലേക്ക് നമ്മൾ ആരും എത്തിപ്പെടാതിരിക്കാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾ ശരിക്കും നല്ലതുപോലെ ശ്രദ്ധിക്കണം. നമ്മുടെ ജുമുഅ ജമാഅത്തുകൾ കൃത്യത വെക്കണം. എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറ്റപ്പെട്ടു. ഇനി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയെടുക്കൽ അനിവാര്യമാണ്. ഞാനിത് തുടക്കത്തിൽ തന്നെ ആമുഖം തന്നെ ഉണർത്തുന്നത് നിസാരമായി എടുക്കരുത് എന്ന കാര്യം ഉണർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ജുമഅയും നിസാരമാക്കരുത്, 5 വഖത്ത് ജമാഅത്തും നമ്മൾ നിസാരമാക്കരുത്. ഒക്കെ കൃത്യമായി നമ്മൾ കൈക്കൊള്ളണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിലൂടെ ഇത്തരത്തിലുള്ള മതപ്രഭാഷണങ്ങൾ സംഘടിപ്പിച്ചിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു ചിട്ട കൈവന്നില്ല എങ്കിൽ പിന്നെ നമ്മൾ എപ്പോഴാണ് ഇനി രക്ഷപ്പെടുക? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന മഹോന്നത വ്യക്തിത്വത്തെ അള്ളാഹു നമുക്ക് സമ്മാനിച്ചതായ ദിവസത്തിലൂടെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പവിത്രമായ രാവുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റബീഉൽ അവ്വൽ 12 മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് സമ്മാനിച്ച ദിനമാണ്. ആ പ്രവാചകർ എന്ന് പറയുന്ന വ്യക്തി ഒരു സാധാരണ വ്യക്തിത്വമല്ലല്ലോ, ഒരു സാധാരണ വ്യക്തിയല്ല, ഉന്നതനായ സമുന്നതനായ വ്യക്തിത്വമാണ്. ഇസ്ലാമിക പ്രബോധന വീതിയിൽ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിശ്വാസികൾ ഒരിക്കൽ പറയുകയുണ്ടായി, മുഹമ്മദേ, നീ പറയുന്നതാകുന്ന മതം സത്യമാണ് എങ്കിൽ ആകാശ ലോകത്ത് നിന്ന് ഈ നിമിഷം തന്നെ ചരൽ മഴ വർഷിക്കട്ടെ. നീ പറയുന്ന മതം സത്യമാണ് എങ്കിൽ ആകാശത്ത് നിന്ന് ഈ നിമിഷം തന്നെ ഒരു ചരൽ മഴ ഉണ്ടാവട്ടെ. ഞങ്ങളുടെ തലയിലേക്ക് കല്ല് വീണിട്ട് മഴ ഇങ്ങനെ ശക്തമായി കൊണ്ട് ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ്. മരുഭൂമിയിൽ നിന്നിട്ടാണ് പറയുന്നത്. ഒരു മറ പോലുമില്ലാതെ, ഒരു ഈന്തപ്പന ഓലയുടെ താഴത്ത് പോയി നിൽക്കാതെ, അല്ലെങ്കിൽ ഒരു വീടിന്റെ ചുമലിൽ പോയി നിൽക്കാതെ, അതിന്റെ ഓരത്ത് പോയി നിൽക്കാതെ, പരസ്യമായി നടുറോഡിൽ ഇറങ്ങി നിന്നുകൊണ്ട്, മരുഭൂമിയിൽ നിന്നുകൊണ്ട് മുശ്രിക്കുകളാകുന്ന അവിശ്വാസികളുടെ വർത്തമാനമാണ്. മുത്തുനബി നിലകൊള്ളെ പ്രവാചകൻ മുന്നിൽ നിൽക്കെ പറയുന്ന വാക്കാണ്, മുഹമ്മദേ, നിന്റെ മതം സത്യമാണ് എങ്കിൽ ആകാശ ലോകത്ത് നിന്ന് ചരൽ മഴ വർഷിക്കട്ടെ. ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് കേട്ട് നിലകൊള്ളവേ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് വിശുദ്ധമായ ഖുർആനിക വചനം ഓതുകയാണ്. പ്രവാചകൻ ആരാണ് എന്നുള്ളത് നമ്മൾ പഠിക്കണം. പരിശുദ്ധമായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ് എന്നുള്ളത് ഖുർആനിക വചനത്തിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. പരിശുദ്ധമായ ഖുർആനിക വചനം ഓതിക്കൊണ്ട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിക വചനം ഇറക്കിക്കൊണ്ട് പറയുകയാ, നബിയേ, നബിയേ, തങ്ങൾ നിലകൊള്ളുന്ന സമൂഹത്തെ അല്ലാഹു ശിക്ഷിക്കുകയില്ല. ഇത്തരത്തിലുള്ള ശിക്ഷാമുറകൾ ഇറക്കി അവരെ ഉന്മൂലനാശം വരുത്തുകയില്ല. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത
ഫീഹിം, തങ്ങൾ അവരിൽ നിലകൊള്ളവേ ഒരു നിലയ്ക്കുമുള്ള വിപത്ത് അല്ലാഹു നൽകുകയില്ല. അത് തങ്ങളുടെ മഹത്വമാണെന്ന് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണേ റസൂലേ. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ആ സമൂഹം തെറ്റുകളിൽ നിന്ന് പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്ത് നിലകൊണ്ടാൽ, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് നിലകൊണ്ടാൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിലയ്ക്കുമുള്ള ശിക്ഷകൾ നൽകുകയില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ. തങ്ങളെ നിലകൊള്ളവേ തങ്ങളുടെ ഉമ്മത്തിനെ ഒരിക്കലും ശിക്ഷിക്കൂല, തങ്ങളുടെ സമുദായത്തെ. അത് അവിശ്വാസികളാകട്ടെ വിശ്വാസികളാകട്ടെ, തങ്ങളങ്ങോട്ട് മാർക്ക്. തങ്ങൾ ഇവിടെ നിന്ന് ഇല്ലാതായാൽ പിന്നെ നോക്കാം, വഫാത്തായി കഴിഞ്ഞാൽ നോക്കാം. തങ്ങൾ ജീവിച്ചിരിക്കവേ ഇവർക്ക് പരിപൂർണ കാവലാണ്, ഉന്മൂല നാശം വരുത്തൂല. മുൻകഴിഞ്ഞു പോയ സമുദായത്തിന് നാശം വരുത്തിയതുപോലെ ഈ സമൂഹത്തെ ഒന്നടങ്കം അല്ലാഹു നശിപ്പിക്കൂല. തങ്ങൾ ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ്. തങ്ങളൊരു സാധാരണക്കാരനല്ലല്ലോ. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, രണ്ട് കാര്യങ്ങളാണ് ഈ സമൂഹത്തിൽ അല്ലാഹു അമാനത്തായി നൽകിയിട്ടുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല കാവലായി നൽകിയിട്ടുള്ളത്. ലനാ അമാനാൻ, നമുക്ക് രണ്ട് രീതിയിലുള്ള കാവലുണ്ട് കൂട്ടുകാരെ. ഒന്ന് നബിയുല്ലാഹ്, കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ, അത് നമുക്കുള്ള കാവലാണ്, നമുക്കുള്ള കാവലാണ്. രണ്ടാമത്തത് വൽ ഇസ്തിഗ്ഫാർ, പാപമോചനത്തിന് തേടലാണ്. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ച റബ്ബിലേക്ക് ചെയ്തു പോയിട്ടുള്ള സർവ്വ തെറ്റുകുറ്റങ്ങളും ഏറ്റുപറഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് നിലകൊള്ളുന്നവരുണ്ടോ? അല്ലാഹുവേ, ഞാൻ കള്ളുകുടിച്ചു പോയി അല്ലാ, ലഹരി നുണഞ്ഞു പോയി അല്ലാ, ഫനായിൽ ഏർപ്പെട്ടു പോയി റബ്ബേ, ഫസാദിൽ ഞാൻ വശംവദനായി പോയി അല്ലാ, യേശനി പറഞ്ഞു പോയി അല്ലാ, ഭീഷണിപ്പെടുത്തി പോയി അല്ലാ, കൈകൾ കൊണ്ട് ഹറാം പിടിച്ചു, കാലുകൾ കൊണ്ട് ഹറാമിലേക്ക് നടന്നു, എന്റെ ഹൃദയം കൊണ്ട് ഹറാം ചിന്തിച്ചു, കണ്ണുകൾ കൊണ്ട് ഹറാം കണ്ടുപോയി, കാതുകൾ കൊണ്ട് ഹറാം കേട്ടുപോയി അല്ലാ, പുറത്തു നൽകണേ അല്ലാ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം ചൊല്ലിക്കൊണ്ട് നിലകൊള്ളുന്നതായ ആളുകളെ നിനക്കും അല്ലാഹു കാവൽ നൽകുമെന്ന് വിശുദ്ധമായ ഖുർആൻ വിശദീകരിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ഈ സമുദായത്തിന് രണ്ട് രീതിയിലുള്ള കാവൽ. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബി തങ്ങൾ വഫാത്തായാലും ഈ കാവലുണ്ട് എന്ന് ഇമാം ഖസ്സലാനി റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നു. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നബി തങ്ങൾ വഫാത്തായാലും അവന് കാവൽ കിട്ടും. ഇപ്പൊ നബിയില്ല, നബി വഫാത്തായിട്ടുണ്ട്. ഈ ഉമ്മത്തിന് അല്ലാഹു കാവൽ നൽകും. എങ്ങനെ? മാ ദാമത്തു സുന്നത്തു ബാഖിയ, മുത്തനബിയുടെ സുന്നത്ത് എന്നെന്നും നിലനിർത്തുന്നതായ ഘട്ടത്തിൽ പ്രവാചകന്റെ തിരുസുന്നത്തുകൾ മുറുകെ പിടിച്ച ജീവിതം നമ്മൾ നയിച്ചാൽ, വിശ്വാസികളാകുന്ന നമ്മളത് നയിച്ചാൽ നമുക്ക് അല്ലാഹു ഉന്മൂല നാശം വരുത്തൂല, എപ്പോഴും കാവൽ തരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിതങ്ങളുടെ തിരുസുന്നത്ത് മുറുകെ പിടിക്കാൻ, അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ പറയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാരും എത്തിയ എന്നാ ബക്കറ്റ് എടുത്തോളൂ. നിങ്ങളെല്ലാരും വരാൻ കാത്തിരുന്നു. ബക്കറ്റ് ഒന്നും കൊണ്ടുവന്നില്ല, കാരണം ഇവർക്കൊക്കെ എന്തെങ്കിലും തരണോന്ന് മഹബത്തുള്ളവരാണ്. പിന്നത്തേക്ക് വെച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടൂല. അല്ലാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കുമാറാവട്ടെ. അല്ല, സൂപ്പർ ബക്കറ്റാണ്. ആറവണയും തലയ്ക്കൊക്കെ അടിക്കാനും കൊണ്ടുപോവാ. അല്ലാഹു നമ്മുടെ സദഖ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും ഒരു സദഖ കയ്യിലുള്ളത്, ഇത് ലാസ്റ്റ് ദിവസമാണല്ലോ, സമാപന ദിവസം, റബീഉൽ അവ്വലിന് മുന്നോടിയായിട്ടൊരു സദഖ. അല്ലാഹു നമ്മുടെ സദഖ സ്വീകരിക്കട്ടെ.
എല്ലാ നിയ്യത്തുകളും അള്ളാഹു സാധൂകരിക്കട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി നൽകി അനുഗ്രഹിക്കട്ടെ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, ദുരന്തങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പരിപൂർണമായ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാധാരണ വ്യക്തിയല്ല, അസാധാരണ വ്യക്തിത്വമാണ്. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സമൂഹത്തിലുണ്ടായാൽ ആ സമൂഹം എന്നെന്നും കാവലിലാണ്, അള്ളാഹു സംരക്ഷണം നൽകുന്നതാണ്. ആ പ്രവാചകർ വഫാത്തായാൽ പോലും ആ സമൂഹത്തിന് കാവലുണ്ട്. ആ പ്രവാചകന്റെ തിരുസുന്നത്ത് ഹയാത്താക്കുന്നതിലൂടെ, സുന്നത്തുകൾ മുറുകെ പിടിക്കുന്നതിലൂടെ. ഈ റബീഉൽ അവ്വൽ മാസം വന്നിട്ട് ഒരു 10 സുന്നത്തെങ്കിലും നമ്മൾ മുറുകെ പിടിക്കുന്നവരാകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിനുവേണ്ടിയുള്ള ജീവിതമാകണം നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടത്. ആ പ്രവാചകരുടെ മദ്ഹ് കീർത്തനങ്ങൾ ആലപിക്കുന്നതാകുന്ന വ്യക്തികളായി നമ്മൾ മാറണം. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ഹറുക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ, കണ്ണേറ് ഹസദ് നീങ്ങുവാൻ ഉതകുന്നതാ. ബഹുമാനപ്പെട്ട മർഹൂം ശൈഖുന തഴവ ഉസ്താദ് അവർ എന്റെ ഉമ്മയുടെ ഉപ്പയും കൂടിയാണ്. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ. ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. അവിടുത്തെ അൽ മവാഹിബിൽ ജലിയയിൽ കുറിച്ചിട്ട വരികളാണ് എന്ത്? നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങൾ നമ്മുടെ വീട്ടിലും ആലപിക്കണേ, ആലപിക്കണേ. കാരണം ഇതൊരു സാധാരണ വ്യക്തിത്വമല്ല, അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അതുകൊണ്ട് ആ പ്രവാചകന്റെ അവതാരങ്ങൾ ചൊല്ലണേ. ഗദ്യപദ്യ സമ്മിശ്രമായി പരിപൂർണമായി വീട്ടിലും പാരായണം ചെയ്യണേ. അതിനാൽ എല്ലാ മുസീബത്തുകളും നിന്റെ വീട്ടിൽ നിന്ന് ഒഴിവാകുന്നതാണ്. എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ട് പരിപൂർണമായി സംരക്ഷണം ലഭിക്കുന്നതാണ്. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. കള്ളന്മാരുടെ ശല്യമില്ലാതെ വരുകയാണ്. പരിപൂർണമായി ദാരിദ്ര്യം നിർമാർജനം ചെയ്യപ്പെടുകയാ. സാമ്പത്തികമാകുന്ന ഐശ്വര്യം നിന്റെ കുടുംബത്തിലേക്ക് അല്ലാഹു നൽകുകയാണ്. ഹറുക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ, കണ്ണേറ ഹസദ് നീങ്ങുവാൻ ഉതകുന്നതാ. എല്ലാവിധ തീപിടുത്തങ്ങളിൽ നിന്ന്, എല്ലാ പ്രയാസങ്ങളിൽ നിന്ന്, കെടുതികളിൽ നിന്ന്, കണ്ണേറുകളിൽ നിന്ന്, അസൂയാലുക്കൾ അസൂയയിൽ നിന്ന്, എല്ലാത്തിൽ നിന്നും അല്ലാഹു നിനക്ക് കാവൽ നൽകുമേ. ഹബീബായ നബി തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങൾ ആലപിച്ചാൽ, മൗലിദിന്റെ സദസ്സിൽ പങ്കെടുത്താൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വീട്ടിലെ മൗലിദ് ഓതി എത്ര പേരുണ്ട്? ഒന്ന് കൈയുയർത്തിക്കാൻ നോക്കട്ടെ. 4 പേര്, 5 പേര്. അവാർഡ് കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബാക്കിയുള്ളവരൊക്കെ പള്ളിയിൽ ചീരണി നല്ല റാഹത്തായി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പള്ളിയിലെ ഏത്തക്കായിലിട്ട് പിടിക്കുകയാണ്. പഴം അല്ലെങ്കിൽ നല്ല സമൂസ, നല്ല ബിരിയാണി, കിഴി പൊറോട്ട, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഫുള്ളിരിക്കും. ആദ്യം പോയി ഇതൊക്കെ ഐശ്വര്യം നമ്മുടെ വീടുകളിൽ ഇല്ലാതായി പോയി. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. നാളത്തെ ഒരു ദിവസമെങ്കിലും ശരിക്കും ഓതി. നാളെ മാത്രം കൊണ്ട് ഒതുക്കാനല്ല, എങ്കിലും ആ പ്രവാചകന്റേതാകുന്ന ജന്മത്തിന്റെ രാവ് പരിഗണിച്ചിട്ടെങ്കിലും നമ്മുടെ വീടുകളിൽ പാരായണം ചെയ്യപ്പെടട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കാരണം ഇതൊരു നിസ്സാരമായ കാര്യമല്ല, വലിയ അമലാണ് മൗലിദ് കഴിക്കുക എന്ന് പറയുന്നത്.
ബഹുമാനപ്പെട്ട തഴവാ ഉസ്താദിന്റെ തന്നെ വരികൾ കടമെടുത്തു പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മുളഫർ രാജാവിന്റെ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് വിപുലമായ മൗലിദ് സൽക്കാരം. വിപുലമായ മൗലിദ് സൽക്കാരം. മൗലിദ് മലിക്കുൽ മുളഫർ ധീരനായൊരു രാജന ഇർബൽ ഭരിച്ചവരാണ് വൻധർമ്മിഷ്ഠന. മൗലിദ് കഴിക്കാൻ രാജനന്തുത്സാഹമാ മാസം റബീഉൽ അവ്വലെന്താഘോഷമാ. ബഹുമാനപ്പെട്ടതായ മുളഫർ രാജാവ് ഹിജറ 300 ജനിച്ചതായ വ്യക്തിത്വമാണ്. 300 കാലഘട്ടത്തിലുള്ളതായ സമുന്നതായ വ്യക്തിത്വമാണ്. അവിടുന്ന് വിശുദ്ധമാക്കപ്പെട്ട മൗലിദ് കർമ്മം കഴിക്കുകയാണ്. എല്ലാ വർഷവും റബീഉൽ അവ്വൽ മാസമെത്തിയാൽ വലിയ സന്തോഷമാണ്. ഇർബൽ ഭരിച്ചിരുന്നതായ രാജാവാണ്. 3 ലക്ഷം സ്വർണ്ണ നാണയം ഉപയോഗിച്ചിട്ടാണ് മൗലിദ് സദസ് നടത്തലത്രേ. മൗലിദ് സദസ് നടത്താൻ എത്ര പൊന്ന്? 3 ലക്ഷം പൊന്ന്. എന്തിനാ ഇപ്പൊ ഇങ്ങനെ ലൈറ്റ് ഇട്ടിരിക്കുന്നത്, എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഫാൻ ഇട്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നവരെ, റബീഉൽ അവ്വൽ വന്നാൽ മുത്തുനബിക്ക് വേണ്ടി ചെലവഴിക്കാൻ ഏത് വ്യക്തിയും തയ്യാറാവും. എല്ലാവരും തയ്യാറാകും. കാരണം എന്തുകൊണ്ട്? അവന്റെ സ്വന്തം ശരീരത്തെക്കാളും മാതാവിനേക്കാളും പിതാവിനേക്കാളും സഹോദരനേക്കാളും മക്കളെക്കാളും മരുമക്കളെക്കാളും കൊച്ചുമക്കളെക്കാളും കച്ചവടത്തെക്കാളും അവന്റെ ജീവിതത്തിൽ അവൻ ഒരുമിച്ച് കൂട്ടിയ സർവ്വ സമ്പാദ്യത്തെക്കാളും ആദരവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെക്കാതെ യഥാർത്ഥ മുഅ്മിനാവൂല. അതാണ് റസൂലുള്ളാഹി തന്നെ പഠിപ്പിച്ചത്, ഖുർആനും പഠിപ്പിച്ചത് അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകർക്ക് എന്തും ചെയ്യാൻ തയ്യാറാകും. ഇമാം സുയൂത്ത് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാര് പറഞ്ഞത് ആ ചരിത്രം വിശദീകരിച്ച് തഴവാ ഉസ്താദ് പറയാണ്. ശരിക്കും ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കും. മൗലിദ് കഴിക്കുന്നന്ന് ആട് 5000 പൊരിക്കുന്നതാണേ കോഴിയും 10000. മൗലിദ് കഴിക്കുന്നന്ന് ആട് 5000 പൊരിക്കുന്നതാണേ കോഴിയും 10000. കൂടാതെ 1,30,000 പാത്രങ്ങളിൽ അലുവായും ഉണ്ടോരോ തരം. 1,30,000 പ്ലേറ്റുകളിൽ വ്യത്യസ്തങ്ങളാകുന്ന മധുര പലഹാരങ്ങൾ, അലുവ. അപ്പൊ എത്ര ആളുണ്ടെന്ന് ഓർക്കണം. 1,30,000 പാത്രത്തിൽ അലുവ. അപ്പൊ ആളുടെ എണ്ണം അതിന്റെ ഇരട്ടിയാണ്. കാരണം നമ്മുടെ മൗലിദിന്റെ സദസ്സ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്തുകൊണ്ട് കൊടുക്കും? ചീരണി കൊണ്ട് കൊടുക്കും, അല്ലേ? അത് ആളുടെ എണ്ണം കണ്ടിട്ടാണോ പ്ലേറ്റ് എടുക്കുന്നത്? അല്ല, പിന്നെ അങ്ങനെയാണ്. കാരണം എല്ലാവർക്കും എത്തിച്ചാൽ മതി. ഇതിനകത്ത് സാധനം ഇഷ്ടം പോലെ ഉണ്ട്. വലിയ തളികയാണ്, വലിയ തളിക രാജാവ് കൊടുക്കുന്ന തളികയാണ്. ആ തളിക തന്നെ എത്ര എണ്ണം ഉണ്ട്? 1,30,000 എണ്ണം ഉണ്ട്. അപ്പൊ ആളുടെ എണ്ണം എത്രയാണ്? സുബ്ഹാനല്ലാഹ്. ഇനി പോട്ടെ, 1,30,000 തളികയിൽ ഓരോ തളിക ഒരാൾക്ക്, എന്നാൽ തന്നെ എത്രയായി? 1,30,000 പേര് പങ്കെടുക്കുന്ന മൗലിദ് സദസ്സ് ഏറ്റവും ചുരുങ്ങിയത്. അങ്ങനെ അല്ല എങ്കിലും അങ്ങനെ തന്നെ കൂട്ടിക്കും. 5000 ആടിനിറക്കും, 10,000 കോഴി ഇറക്കും എല്ലാ വർഷവും. നമ്മുടെ ഇന്ന് നടക്കുന്നുണ്ടോ ലോകത്തെവിടെയെങ്കിലും ആ രീതിയിൽ? 5000 ആടും 10,000 കോഴിയും ഇറക്കാണ് എല്ലാ വർഷവും മൗലിദ് നടത്തി. റബീഉൽ അവ്വൽ വരുമ്പോ എന്തിനാ ഇവിടെ ചോറ് വെച്ചു കൊടുക്കുന്നത്, എന്തിനാ ഈ പരിപാടി എന്നൊക്കെ ചോദിക്കുന്നവർ പഠിക്കേണ്ടതാ. മുൻഗാമികൾ നടത്തിയിട്ടുള്ളതാകുന്ന പരിപാടി അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ വളരെ കുറവാണ്. നമ്മൾ എത്ര ആടിനിറക്കുന്നു? ആടിനിറക്കും. പോത്തിന്റെ ഒരു തുട കിട്ടിയാലായി, വലിയ കിട്ടല്ല. അള്ളാഹു നമ്മളെ സാലിഹ്യം ഉൾപ്പെടുത്തുമാറാവും. ശരിയല്ലേ ഞാൻ പറഞ്ഞു? ആട് ആരെങ്കിലും കൊടുത്താൽ വലിയ ഇഷ്ടമാണ്, ക്യൂ നിന്ന് വാങ്ങിച്ചോളാം. 5000 ആടും 10,000 കോഴി മറത്തിട്ടുള്ള ചെറിയ പരിപാടി, ചെറിയ മൗലിദ് പരിപാടി എല്ലാ വർഷവും. എന്നിട്ടോ സൂഫിയാക്കളും ഔലിയാക്കന്മാരും മഹാന്മാരാകുന്ന മഹത്തുക്കളും ഉസ്താദുമാരും ഒക്കെ പങ്കെടുക്കുന്ന വലിയ സദസ്സാണ്.
സൂഫിയാക്കൾ അനവധി ഹാജറുണ്ടതിലെന്ന്. ഒരുപാട് സൂഫികൾ അക്കാലഘട്ടത്തിലുള്ള എല്ലാ സൂഫികളെയും ക്ഷണിക്കും. എന്നിട്ട് അവർക്കൊക്കെ പ്രത്യേകമായി ബഹുമാനം കൈമടക്കം കൊടുത്തിട്ട് വിടുക. ഇതൊക്കെ കിതാബുകളിലുള്ളതാണ്, വെറുതെ പറയല്ല. പ്രത്യേകമായി സമ്മാനം കൊടുക്കും. ഈ വരുന്ന ഓരോരുത്തർക്കും പ്രത്യേകമായി സമ്മാനം കൊടുത്ത് സന്തോഷിപ്പിച്ചിട്ട് വിടുക. ചുരുക്കി പറഞ്ഞാൽ 3 ലക്ഷം പൊന്നാ പ്രതിവർഷവും മൗലിദ് കഴിക്കാനെന്നാ. 3 ലക്ഷം സ്വർണ്ണ നാണയമാണ് എല്ലാ വർഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മൗലിദ് കഴിക്കാൻ വേണ്ടി മാറ്റിവെക്കുന്നത്. 3 ലക്ഷം രൂപ അല്ല, പിന്നെ 3 ലക്ഷം സ്വർണ്ണ നാണയം. അല്ലാഹ്, മനസ്സിലാക്കണം. അപ്പൊ എന്തായിരിക്കും ആ സദസ്സ്? ചിലരിപ്പോ കരുതുന്നുണ്ട് അന്ന് ജനിച്ചാ മതിയായിരുന്നു, ഒരാടിന്റെ കുറകെങ്കിലും കിട്ടിയാന് എന്ന് കരുതുന്നവരുണ്ട്. ഇതെന്നാ നടന്നത്? ഹിജറ 300. സുബ്ഹാനല്ലാഹ്. അതാണ് തഴവ ഉസ്താദ് പറഞ്ഞത്. എന്ത്? മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജറ 300 ശേഷം വന്നതാ. മുമ്പ് പതിവില്ലാത്തതാണ്, അത് ഹിജറ 300 ശേഷം വന്നതാ എന്ന് പറഞ്ഞാൽ ഈ രീതിയിലുള്ള വിപുലമായ കഴിക്കൽ 5000 ആടും 10000 കോഴിയുമൊക്കെ അറുത്ത് 1,30,000 പാത്രങ്ങളിൽ അലുവായും കൊടുത്ത് വരുന്നവർക്കൊക്കെ കൈമടക്കും സമ്മാനവും കൊടുത്തിട്ട് 3 ലക്ഷം സ്വർണ്ണ നാണയം പ്രതിവർഷം ചെലവഴിച്ചിട്ടുള്ള മൗലിദ് അതിനു മുമ്പ് ആരും നടത്തിയിട്ടില്ല. അതാര് നടത്തിയതാ? ഹിജറ 300 വന്നതാകുന്ന ആര് നടത്തി? മുളഫർ രാജാവാണ് നടത്തിയത്. എന്താ മുമ്പ് നടത്താന്? ജീവിച്ചിരിപ്പില്ല അന്ന് ഇദ്ദേഹം ജനിച്ചിട്ട് വേണ്ടേ? മുളഫർ രാജാവ് ജനിച്ചതെന്നാ? 300 ജനിച്ചത്. അതുകൊണ്ടാണ് മുമ്പ് നടത്താൻ പറ്റാതിരുന്നത്. ആ മുമ്പുള്ളവരാരും എന്താ ഇതുപോലെ വിപുലമായി നടത്താനത്? മുമ്പുള്ളവരുടെ കയ്യിൽ ഇത്രയും കാശ് ഇല്ലായിരുന്നു. കാശുണ്ടെങ്കിലല്ലേ നടത്തുള്ളൂ. ഹിജറ 110 ജനിച്ചതാകുന്ന ബഹുമാനപ്പെട്ടതാകുന്ന ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ഉഹദ് മലയോളം സ്വർണമുണ്ട് എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദാചരണത്തിന് വേണ്ടി ഞാൻ ചെലവഴിക്കുമായിരുന്നു. ഉഹദ് മലയോളം 6 കിലോമീറ്ററോളം നീണ്ടു നടക്കുന്ന പ്രവിശാലമായ ഉഹദ് മലയോളം സമാനമായിട്ട് എനിക്ക് സ്വർണമുണ്ടെങ്കിൽ അത് പരിപൂർണമായി മുത്തുനബിയുടെ മൗലിദ് കഴിക്കാൻ ഞാൻ ചെലവാക്കുമായിരുന്നു. ഞാനത് ഇഷ്ടപ്പെടുന്നു എന്ന് ബഹുമാനപ്പെട്ട ഹിജറ 110 ഈ ലോകത്ത് നിലകൊണ്ടതായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയാ. അപ്പൊ മുൻഗാമികൾക്ക് ആഗ്രഹമുണ്ട്, കൈ കാശില്ല. തലവാ ഉസ്താദിനെ നമ്മൾ പഠിക്കണം. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഈ ബഹുമാനപ്പെട്ടതാകുന്ന മുളഫർ രാജാവ് ഓതുന്നതായ ഗ്രന്ഥം ഷെയ്ഖ് ഇബ്നു ദഹിയ എന്ന് പറയുന്ന അക്കാലഘട്ടത്തിലെ വലിയ സൂഫിയായ ഒരു വ്യക്തി മുത്തുനബിയെ കുറിച്ച് ഒരു മൗലിദ് രചിച്ചു. മൗലിദ് എന്ന് പറഞ്ഞാൽ എന്താ? നബി തങ്ങളെ കുറിച്ചുള്ള മദ്ഹുകൾ. അതിൽ ജന്മദിനത്തോടനുബന്ധിച്ച് നടന്ന സംഭവ വികാസങ്ങളും ഉൾക്കൊള്ളിക്കുന്നു. അതുകൊണ്ട് തന്നെ മൗലിദ് എന്ന പേര് അതിന് വന്നു. മൗലൂദല്ല. ഇതെങ്ങനെയാണ്? മൗലിദ് അങ്ങനെ പറയണ്ടേ? ചിലർ ഇപ്പോഴും നോട്ടീസ് മൗലൂദ് എന്ന് എഴുതി വെക്കും. തെറ്റാണത്. മൗലിദ് എന്നാണ് അത് പറയുക തന്നെ വേണ്ടത്. അങ്ങനെ തന്നെ എഴുതിയും വെക്കണം. മൗലിദ്. ഇബ്നു ദഹിയ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ ഒരു നല്ല മനോഹരമായ മൗലിദ് മുത്തുനബിയെ കുറിച്ച് രചിച്ചു. പ്രവാചകന്റെ മദ്ഹുകൾ ചേർത്ത്, പ്രവാചകന്റെ ചരിത്രങ്ങൾ ചേർത്തിട്ട് നല്ല ചരിത്രം ഉള്ളത് എഴുതി പിടിപ്പിക്കുകയാണ്. അതാണല്ലോ മൗലിദ്. ഇല്ലാത്തതല്ല, പൊള്ളുകഥകളല്ല. അത് എഴുതി ആ ഗ്രന്ഥത്തിന്റെ പേരാണ് അത്തൻവീർ എന്ന്. എന്താണ് ആ മൗലിദ് കിതാബിന്റെ പേര്? മൗലിദ് കിതാബിന്റെ പേര് അത്തൻവീർ. ഇത് ബഹുമാനപ്പെട്ടതാകുന്ന മുളഫർ രാജാവിന് കൊണ്ടുപോയി കൊടുത്തു. വലിയ ഇഷ്ടമായി. അദ്ദേഹം 1 ലക്ഷം സ്വർണ്ണ നാണയം ഹദിയായിട്ട് കൊടുത്തു. എഴുതിയ ഉസ്താദിന് എത്ര കൊടുത്തത്? 1 ലക്ഷം സ്വർണ്ണ നാണയം. ബിസ്മില്ലാ. ഇതെന്തിനാ കൊടുത്തത്? ഇതാരെക്കുറിച്ച് എഴുതിയതാണ്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചകരെ കുറിച്ച് എഴുതിയതുകൊണ്ട് 1 ലക്ഷം സ്വർണ്ണ നാണയം കൊടുക്കാൻ. നോക്കൂ നിങ്ങൾ, ആ മൗലിദായിരുന്നു ഇവരുടെ മൗലിദ് സദസ്സിലെ ഏറ്റവും മികച്ച മൗലിദായിട്ട് അവർ കൊണ്ടു നടന്നത്. അന്ന് ഓതിയിരുന്നത് നമ്മളിപ്പോൾ ഓതുന്നേതാ? മങ്കൂസ് മൗലിദ്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രചിച്ചതാണ് ഈ മങ്കൂസ് മൗലിദ്. വീട്ടിൽ നമ്മുടെ ഒരു ഹിക്കായത്തെങ്കിലും നമ്മൾ ഓതണം. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വലി ഖമറ നബിയ്യുൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക. ഒരു ദിവസം ഒരു പേജെങ്കിലും നമ്മൾ ഓതിയിരിക്കണം. റബീഉൽ അവൽ മാത്രമല്ല, അല്ലാത്തപ്പോഴും ഭയങ്കര ബറക്കത്താണ്. എല്ലാ ഇമാമികളും അതിന് തെളിവ് പറഞ്ഞിട്ടുണ്ട്. മുൻഗാമികൾ അത്
ചെയ്തിരുന്നത് കൊണ്ടാണ് അവർ വിജയിച്ചിട്ടുള്ളത്. മുത്തുനബിയുടെ മദ്ഹാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ഒരു മടിയും വിചാരിക്കണ്ട. ബഹുമാനപ്പെട്ടവരുടെ ഈ മൗലിദായിരുന്നു അത്തൻവീർ എന്ന് പറയുന്ന മൗലിദാണ് അന്ന് ഓതിയിരുന്നത്. അന്നുള്ള മഹാന്മാരൊക്കെ ഓതിയിരുന്നത് ആ മൗലിദ് ഗ്രന്ഥമായിരുന്നു. നമുക്കിന്ന് രചിക്കപ്പെട്ട മങ്കൂസ് മൗലിദ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചതാകുന്ന ബഹുമാനപ്പെട്ട ഗസാലി ഇമാം തങ്ങൾ രചിച്ചതാകുന്ന സുബ്ഹാന മൗലിദ് എന്ന ബൃഹത്തായ വലിയ മൗലിദുണ്ട്. സുബ്ഹാന മൗലിദ് വലിയ ഏടുകളിലുണ്ടത്. ആ സുബ്ഹാന മൗലിദിന്റെ സംക്ഷിപ്തം അത് ചുരുക്കി എഴുതിയതാണ് മങ്കൂസ്. ചുരുക്കപ്പെട്ടതാകുന്ന മൗലിദ് നമ്മുടെ കയ്യിലുള്ളത് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രചിച്ചത്. ഇതൊക്കെ എന്തിനാ ഞാൻ പറയുന്നതെന്നറിയോ? വർഷം 50ആയി, നാളെ മരിക്കും. ഇപ്പോഴും നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു വിവരമില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മളിങ്ങനെ കുറെ നാളായിട്ട് ഓതുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സദസ്സുകൾ പങ്കെടുക്കുന്നുണ്ട്. ഇത് എന്താണ് ഈ സംഭവം എന്ന് പോലും നമുക്ക് ഇന്ന് വരെ അറിയുന്നില്ല. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പൊന്നാനിക്കാരനാണ്. അദ്ദേഹത്തിന് പൊന്നാനിയിൽ വന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് അക്കാലഘട്ടത്തിലുള്ള ജനങ്ങൾ വന്നിട്ട് പറഞ്ഞു, ഇവിടെ മാരകമാകുന്ന രോഗം, പ്ലേഗ് അടക്കമുള്ള രോഗങ്ങൾ വല്ലാതെ വ്യാപിച്ചിരിക്കുകയാണ്. കൊറോണ പോലെയുള്ളതാകുന്ന മാരകമാകുന്ന ഒരു വ്യാധി വന്നു. ഈ വ്യാധിയിൽ നിന്ന് ഞങ്ങൾക്ക് മുക്തമായ ഒരു ജീവിതം കിട്ടണം. എന്ത് ചെയ്യണം? ബഹുമാനപ്പെട്ടവർ അതിനുവേണ്ടി ആ പ്രയാസം മാറാൻ വേണ്ടി, രോഗം ശമനം വരാൻ വേണ്ടി രചിച്ചു ഗസാലി ഇമാം തങ്ങളുടെ മൗലിദ് ചുരുക്കി എഴുതി. അതാണ് മങ്കൂസ് മൗലിദ്. മങ്കൂസ് എന്ന് പറഞ്ഞാൽ ചുരുക്കപ്പെട്ടത് എന്നാണ് അർത്ഥം. ആ ചുരുക്കി ബഹുമാനപ്പെട്ടവർ നൽകി. സുബ്ഹാനല്ലാഹ് ഓതി നാട്ടുകാരുടെ ഒക്കെ രോഗം ശമനം വന്നു. അദ്ദേഹത്തിൻ്റെതാകുന്ന ഉസ്താദ്, മക്കയിലേതാകുന്ന മുഫ്തി, മക്കയിലെ മുദരിസായ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫയുടേതാകുന്ന രചയിതാവ് ബഹുമാനപ്പെട്ടവർ നാട്ടിൽ വന്നു, പൊന്നാനിയിൽ വന്നു. അപ്പൊ അദ്ദേഹത്തെ കാണിച്ചു, ഈ കിതാബ് കാണിച്ചു, മൗലിദ് കാണിച്ചു കൊടുത്തു. ഞാൻ നബിയെ കുറിച്ച് ഇങ്ങനെ മദ്ഹ് ചെയ്തിട്ട് ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്, ഒന്ന് നോക്കാൻ പറഞ്ഞു. ഉസ്താദ് നോക്കി, അൽഹംദുലില്ലാ, കൊള്ളാലോ. ഇത് ഗസാലി ഇമാം തങ്ങളുടെ സുബ്ഹാന മൗലിദിന്റെ സംക്ഷിപ്തം. മാഷാ അല്ലാഹ്. ഉസ്താദ് ഒരു ദുആ ഇതിനെ എഴുതി തരണം. അങ്ങനെ അദ്ദേഹം എഴുതി കൊടുത്ത ദുആ ആണ് മങ്കൂസ് മൗലിദിന്റെ ലാസ്റ്റ് നമ്മൾ കാണുന്ന സ്വലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ബലിയാത് വതുസല്ലിമുനാ ബിഹാ മിൻ ജമീഇൽ അസ്ഖാമി വൽ ആഫാത് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ പേര് തന്നെ ദുആഉൽ ഹൈതമി, ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ ദുആ ആണ്. ഭയങ്കര ശ്രേഷ്ഠതയുള്ള ദുആ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്തിനാ പറയുന്നത്? ആ ദുആ മാത്രം മതി നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയം കൊയ്തെടുക്കാൻ. വേറൊന്നും നമ്മൾ ചേർക്കേണ്ടതില്ല. അത്ര ശ്രേഷ്ഠതയുള്ള മഹാന്മാര് രചിച്ച, അഥവാ ഇബ്നു ഹജറുൽ ഹൈതമി എന്ന് പറയുന്ന വലിയ മുഫ്തിയായ, ഇന്നും ഷാഫി മദ്ഹബിലെ പ്രബല ഗ്രന്ഥമായ തുഹ്ഫ നമുക്ക് നൽകിയ, 10 വാല്യമുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥം നമുക്ക് നൽകിയ, അതുപോലെ ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചതാകുന്ന ബഹുമാനപ്പെട്ടതാകുന്ന മക്കയിലെ പ്രമുഖ മുദരിസായിരുന്ന ഇബ്നു ഹജറുൽ ഹൈതമി അടക്കമുള്ള മഹാന്മാർ അംഗീകരിച്ച് സംതൃപ്തിപ്പെട്ട മൗലിദാണ് നമ്മുടെ കേരളക്കരയിൽ പ്രചുര പ്രചാരം നേടി ഇന്നും നമ്മുടെ പള്ളികളുടെ അകത്തളങ്ങളിൽ ഓതുന്ന മങ്കൂസ് മൗലിദ്. അത് ഓതാനും അത് നിലനിർത്താനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാനിതിന് ഇടയ്ക്കത് പറഞ്ഞെന്തിനാ? റബീഉൽ അവ്വൽ വിട പറയുന്നതിന് മുമ്പ് നമ്മളിത് അറിഞ്ഞിരിക്കണം, ഇത് മനസ്സിലാക്കിയിരിക്കണം. ഇതൊരു സാധാരണ അറിവായി നമ്മളിതിനെ വിട്ടുകളയരുത്. വലിയൊരു അറിവാണ് നമ്മളെ സംബന്ധിച്ചിടത്ത് പ്രത്യേകിച്ചും. കാരണം നമ്മൾ സുന്നികളാണ്, മുടങ്ങാതെ കൃത്യമായി ഇത് ഓതി വരുന്നവരാണ്. ഇത് പരിപൂർണമായി ഇതിൽ പ്രതിഫലമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നവരുമാണ്. അള്ളാഹു നമുക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ ഉസ്താദുമാരെയും മഹല്ല് സാരഥികളെയും ഇത് കൃത്യമായി പാരായണം ചെയ്യുന്ന സഹോദര സഹോദരിമാരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സഹോദരിമാരും എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവർ വീടുകളിൽ പാരായണം ചെയ്യണം. നാളത്തെ ഒരു ദിവസം ഒഴിവുള്ള സമയം ഫുള്ളായിട്ട് 1 മണിക്കൂർ ചിലപ്പോൾ എടുത്തെന്നിരിക്കും. ആയിക്കോട്ടെ, തുടക്കം മുതൽ അവസാനം വരെ ഒന്ന് ബുദ്ധിമുട്ടിയാണെങ്കിലും ഓതണം. അതിലൊരു ബറക്കത്തുണ്ടാകും, ഐശ്വര്യമുണ്ടാകും, ഉറപ്പാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. തഴവ ഉസ്താദ് അവറുകൾ മൗലിദിന്റെ പ്രചാരകനായിരുന്നു. 18ാമത്തെ വയസ്സിൽ അദ്ദേഹം മൽഹറുൽ അത്തം എന്ന പേരുള്ളതാകുന്ന അറബിയിൽ ഗദ്യപദ്യ സമ്മിശ്രമായി മുത്തുനബിയുടെ പേരിൽ മൗലിദ് രചിച്ചു. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ്
ഇതൊക്കെ സമൂഹം അറിയണം. പലരും അദ്ദേഹത്തിന്റെ 2 വരി കവിതയെടുത്ത് 300-ന് ശേഷമാണ് മൗലൂദ് തുടങ്ങിയെന്ന് തഴവ ഉസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അത് തഴവ ഉസ്താദ് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? മുളഫർ രാജാവിന്റെ 5000 ആടും 10000 കോഴിയും കൊടുത്തിട്ടുള്ളതാകുന്ന വിപുലമായ മൗലൂദിനെ കുറിച്ചാണ് എന്ന് ഈ പറഞ്ഞ വരികൾക്ക് ചുവടെ തന്നെ ബഹുമാനപ്പെട്ടവർ വ്യക്തമായി വിശാലമായി ചരിത്രം പ്രതിപാദിക്കുന്നുണ്ട്. അത് കട്ടിട്ട് പകുതി മാത്രം പാടി ജനങ്ങൾക്കിടയിൽ വിഭ്രാന്തി സൃഷ്ടിക്കുക. തഴവ ഉസ്താദ് തന്നെ 18ാമത്തെ വയസ്സിൽ ഈ അൽമവാഹിബുൽ ജലിയൊക്കെ എഴുതുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് മുത്തഅല്ലിമായിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ അറബിയിൽ മൽഹറുൽ അത്തമ്മി എന്ന പേരിൽ മുത്തുനബിയെ കുറിച്ച് മൗലിദ് രചിച്ചു. മലയാളത്തിൽ എഴുതി വെക്കുകയല്ല, അറബിയിൽ എഴുതി വെച്ചു. ഇന്നും അതിന്റെ ഫസാഹത്തും ബലാഗത്തും ആലിമീങ്ങൾ വായിച്ചാൽ വല്ലാതെ ഞെട്ടിപ്പോവും. സാധാരണക്കാർക്ക് ഓതാൻ ബുദ്ധിമുട്ടാണ്. അത്രയേറെ നല്ല കടുകട്ടിയുള്ള വാക്കുകളിട്ട് ഫസാഹത്തും ബലാഗത്തും നിറഞ്ഞ മനോഹരമായ കവിതകൾ ചേർത്ത് ഗദ്യപദ്യ സമ്മിശ്രമായി ബഹുമാനപ്പെട്ടവർ രചിച്ചു തഴവ ഉസ്താദ് അവർ. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാണ്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഞാൻ എന്തിനാണെന്ന് പറയുന്നത്, ഈ പ്രവാചകൻ ഒരു സാധാരണ വ്യക്തിത്വമല്ല. ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്, പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നിൽക്കൂല, അത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വറഫഅനാ ലക ദിക്റക. നബിയേ തങ്ങളുടെ പറച്ചിലിനെ നാം ഉയർത്തിയിരിക്കുകയാണ്. എല്ലാ സമയത്തും മുത്തുനബിയെ കുറിച്ച് പറയലുണ്ടാവും. وضم الإله اسم النبي إلى اسمه إذا قال في الخمس المؤذن أشهد. ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകരുടെ മദ്ഹ് കീർത്തനങ്ങൾ ആലപിക്കുന്നതിലൂടെ ആ പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിയിരിക്കുകയാണ്. വളമ്മൽ ഇലാഹു ഇസ്മൻ നബിയ്യി ഇലാ ഇസ്മിഹി ഇദാ ഖാല ഫിൽ ഖംസിൽ മുഅദ്ദിനു അശ്ഹദു. ബാങ്ക് വിളിക്കുന്ന സന്ദർഭത്തിൽ സമുന്നതരായ മുഅദ്ദിന്മാർ, ഉസ്താദുമാർ അവർ 5ാമതായി പറയുന്ന വാക്ക് ബാങ്കിൽ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹു അക്ബർ എന്ന് തുടങ്ങിയതായ ബാങ്കിൽ 5ാമത്തെ വാക്ക് എത്തി നിൽക്കുന്നത് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആലഞ്ചേരി ജമാഅത്തിൽ നിന്ന് ബാങ്ക് കഴിയുമ്പോ തൊട്ടടുത്ത ജമാഅത്തിൽ ബാങ്ക് തുടങ്ങുകയാണ്, അടുത്ത ജമാഅത്തിൽ തുടങ്ങുകയാണ്. ഇതേ സമയത്ത് തന്നെ ഈ വാദ് പറയുന്ന സമയത്ത് ലോകത്തിന്റെ പല കോണുകളിലും റസൂലുള്ളാഹിയുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുകയാ, ബാങ്ക് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയിൽ നമ്മൾ ഉറങ്ങുമ്പോ അമേരിക്കക്കാർക്ക് പകലാണ്, അവരിതാ ബാങ്ക് മുഴക്കുകയാണ്. അടുത്തതാകുന്ന ജമാഅത്തിന്റെ ബാങ്ക് അവിടെ മുഴങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ലോകത്ത് സദാസമയത്തും മുഴങ്ങിക്കേൾക്കുന്ന നാമമാണ് അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും നാമമെന്ന് വിശുദ്ധമായ ഖുർആൻ. വറഫഅനാ ലക ദിക്റക. നബിയേ തങ്ങളുടെ പറച്ചിലിനെ നാം ഉയർത്തിയില്ലേ? ശരിയല്ലേ? ബാങ്കിലൂടെ റസൂലുള്ളാഹിയുടെ പേര് അല്ലാഹു ഉയർത്തിയില്ലേ? അല്ലാഹുവിന്റെ പേരിനോടൊപ്പം റസൂലുള്ളാഹിയുടെ പേര് ചേർത്തി പറഞ്ഞില്ലയോ? ഇഖാമത്തിൽ ചേർത്തി പറഞ്ഞില്ലേ? അത്തഹിയാത്തിൽ മുത്തുനബിയുടെ സലാത്ത് ചെല്ലാതെ എങ്ങനെയാണ് നമസ്കരിക്കാൻ പൂർത്തീകരിക്കാൻ പറ്റുന്നത്? മനുഷ്യനെ ഏറ്റവും നിർബന്ധമായി ചെയ്തു തീർക്കേണ്ടതായ മയ്യത്ത് നിസ്കാരത്തിൽ പോലും 2ാമത്തെ തക്ബീർ ചൊല്ലിയിട്ട് മുത്തുനബിയുടെ മേലുള്ള സലാത്താണ്. ഹബീബായ നബി തങ്ങളെ മറന്നുകൊണ്ട് ഒരു ജീവിതവും പറ്റൂല. ഏത് സമയത്തും അല്ലാഹുവിലേക്ക് ചേർത്തിയ നാമമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്.
ലോകത്ത് ഇതുപോലെ ഒരു വ്യക്തിയില്ല. സർവ അമ്പിയാക്കളെ പരിശോധിച്ചു നോക്കണേ, ഹബീബായ നബി തങ്ങളല്ലാതെ 1,23,999 അമ്പിയാ മുർസലീങ്ങൾക്കും ഈ ഒരു മഹത്വം അല്ലാഹു നൽകിയിട്ടില്ല. മനസ്സിലാക്കണം. ലോകത്ത് എത്രയോ മനുഷ്യർ ഇവിടെ വന്നിട്ടുണ്ട്, എത്രയോ പേര് കഴിഞ്ഞു പോയിട്ടുണ്ട്, എത്രയോ പേര് ഇന്നുണ്ട്, എത്രയോ പേര് വരാനിരിക്കുന്നുണ്ട്. പക്ഷെ മുത്തുനബിയുടെ പേര് ഉയർത്തി പറഞ്ഞതുപോലെ ലോകത്തൊരാളുടെയും അള്ളാഹു ഉയർത്തിയില്ല. അള്ളാഹുവിന് മുത്തുനബിയോടുള്ളതാകുന്ന സ്നേഹം മനസ്സിലാക്കി പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരെടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് വരെ വിളിച്ചിട്ടില്ല. ഖുർആൻ പഠിക്കണേ, മനസ്സിലാക്കണേ. യാ മുഹമ്മദൂ എന്ന് ഖുർആനിൽ എവിടെയും കാണാൻ പറ്റൂല. നബിയോടുള്ളതാകുന്ന സ്നേഹമാണ്. അങ്ങനല്ലേ? ഏറ്റവും നല്ല സ്നേഹമുള്ളവർ പരസ്പരം എന്ത് വിളിക്കൂല? പേര് വിളിക്കൂല. തേനെ പാലേന്നൊക്കെ വിളിക്കൂല. അങ്ങനെയല്ലേ വിളിക്കുക? എന്ത് വിളിക്കല്? അവനവന്റെ പേരെടുത്ത് വിളിക്കോ? ഭർത്താവ് ഭാര്യയുടെ പേര്, ഭർത്താവിന്റെ പേര് ഭാര്യ എടുത്ത് വിളിക്കോ? വിളിക്കലുണ്ടോ? ഷംസേ, മുനീറ എന്ന് പറഞ്ഞ റഫീഖ് വിളിക്കലുണ്ട്. എപ്പോ? ഒരേ സമപ്രായക്കാരൊക്കെ ലൈനടിച്ച് കല്യാണം കഴിച്ചാണെങ്കിൽ പിന്നെ അതേ വിളിയിലുണ്ടാവില്ല. കള്ള ഹൈവാനെ ബെടുക്കൂസ് ജാമൂസ് ഇബ്ലീസ് ഇവിടെ വാടാന്ന് പറയും. അങ്ങനെ എന്നെ വിളിച്ചോണ്ടിരിക്കും. അത് അവർക്കിടയിൽ സ്നേഹം അത്ര അദമ്യവും അല്ല. നല്ല സ്നേഹമുള്ളവർ പരസ്പരം ബഹുമാനം കൊടുത്ത് ആദരവ് കൊടുത്താണ് വിളിക്കുക, അല്ലേ? ഖുർആനിൽ എടുത്ത് പരിശോധിച്ചു നോക്ക്. ഖുർആനിൽ യാ മുഹമ്മദു എന്ന മുത്തുനബിയെ പേരെടുത്ത് വിളിച്ചിട്ടില്ല അല്ലാഹ്. യാ നബി അല്ലാഹ്, യാ അയ്യുഹൽ മുദ്ദസ്സിർ, അല്ലയോ പുതപ്പിട്ട് കിടക്കുന്നവരെ, യാ അയ്യുഹൽ മുസമ്മിൽ വിളിക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ പേരെടുത്ത് വിളിച്ചിട്ടേ ഇല്ല. കാരണം ഇതൊരു സാധാരണ വ്യക്തിയല്ല. ഈ സമൂഹം തിരിച്ചറിയൻ ഇതൊരു സാധാരണ വ്യക്തിയല്ല. ഉർവത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ധാരാളം ആളുകളെ കണ്ടിട്ടുണ്ട്. വഫത്തു അലാ ഖൈസറ വ കിസ്റ വന്നജാശിയ, നജാശി രാജാവിനെയും അദ്ദേഹത്തിന്റെ പരിവാരങ്ങളെയും ഞാൻ കണ്ടിട്ടുണ്ട്. കിസ്റയുടെയും കൈസറിന്റെയും രാജാക്കന്മാരെ എന്റെ കണ്ണുകൊണ്ട് ഞാൻ ദർശിച്ചിട്ടുണ്ട്. പക്ഷെ ആ രാജാക്കന്മാർക്ക് സമൂഹം കൊടുക്കുന്നതായ ഒരു രീതിക്കുമുള്ള പരിഗണനയുമല്ല എന്റെ ഹബീബിനോട് സ്വഹാബത്ത് പെരുമാറിയിരുന്നത്. വല്ലാത്ത ഇഷ്ടമാണ്. വല്ലാഹി ഇൻ തനഖമ നുഖാമത ഇല്ലാ വഖഅ അലാ കഫി റജുലിൻ ഫമസഹ ബിഹാ വജഹഹു വജസദഹു. ആദരവായ പ്രവാചകൻ ഒന്ന് കാർക്കിച്ചൊന്ന് തുപ്പിയാൽ പ്രവാചകന്റെ തുപ്പൽ വീഴാൻ സമ്മതിക്കില്ല. ആ കഫം കയ്യിലെടുക്കുകയാണ്, ശരീരം മുഴുവനും പെരട്ടുകയാണ് സ്വഹാബത്ത്. അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ കണ്ടതാണ്. നമ്മളിത് പറയുമ്പോ മുഖം ഒന്ന് ചുളിക്കുന്നുണ്ടോ? ഈമാനില്ല എന്നതിനർത്ഥം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഈമാനില്ല. നീ നിന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ അവരുടെ ഉമ്മനീരൊക്കെ കുടിച്ച് നല്ല റാഹത്തായിട്ട് നിൽക്കും, നല്ല സ്നേഹവും താല്പര്യവും. എന്നാൽ അതിനേക്കാൾ ആരെ പ്രിയം വെക്കണം? ഹബീബ് മുഹമ്മദ് മുസ്തഫ. നിന്റെ ഭാര്യയെക്കാളും മക്കളെക്കാളും നിന്റെ മരുമക്കളെക്കാളും നിന്നെക്കാളും നിന്റെ സ്വന്തം ശരീരത്തെക്കാളും തിരഞ്ഞെടുക്കേണ്ടതാരെ? ഹബീബ് റസൂലുള്ളാഹി. ആ പ്രവാചകരൊന്ന് തുപ്പിയാൽ വല്ലാഹി ഇൻ തനഖമ നുഖാമതൻ ഇല്ലാ വഖഅ ഫീ കഫി റജുലിൻ ഫമസഹ ബിഹാ വജ്ഹഹു വലതഖ ബിഹാ ജസദഹു. മുഖത്തങ്ങ് പരട്ടാൻ, ശരീരം മുഴുവൻ നല്ല തേക്കാൻ റാഹത്തായിട്ട്. ആര്? സ്വഹാബത്ത്. എന്താ കാരണം? സുഗന്ധമാണ് ഹബീബ് റസൂലുള്ളാഹി. നമ്മൾ നബിയെ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടില്ല, പ്രണയിച്ചിട്ടില്ല. നമ്മൾ പ്രണയിച്ചിട്ടില്ല. നമ്മൾ പുട്ടിയിട്ട് നടക്കുന്ന നടന്മാരെയാണ് കണ്ടിട്ടുള്ളത്. 70 കഴിഞ്ഞിട്ടു കാക്ക നിൽക്കുന്ന കണ്ടില്ല, റോഷാക്ക് എന്റെ പൊന്നുവാപ്പ, എന്റെ പൊന്നുമോനെ കണ്ടില്ല, ഇപ്പോഴും ഒരു കുഴപ്പമില്ല. അതാണ് നമ്മുടെ അവസ്ഥ.
പൊട്ടിയിട്ട് നിൽക്കാൻ യഥാർത്ഥ കോലം കണ്ട ബോധം കെട്ട് താഴെ വീഴും. ഈ ഡയ്യൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇവരുടെ യഥാർത്ഥ രൂപത്തിലൊന്ന് വരട്ടെ. 3-4 മണിക്കൂറും പൊട്ടിയിട്ടിട്ട് നിൽക്കാൻ. ഇത് പൊട്ടിയും വേണ്ട, ഒന്നും വേണ്ട. ഹബീബ് മുഹമ്മദ് മുസ്തഫ, ആ പ്രവാചകരെ പോലെ സുന്ദരൻ ലോകത്തൊരു വ്യക്തിയുമില്ല. وأحسن منك لم تر قط عيني وأجمل منك لم تلد النساء خلقت مبرأ من كل عيب كأنك خلقت كما تشاء. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പാടുകയാണ്, മുത്തുനബിയെ മദ്ഹ് ചെയ്യുന്നതിൽ നിപുണനാണ്, പരിശുദ്ധ പ്രവാചകന്റെ കവിയാണ് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ മുത്തുനബിയെ വർണ്ണിച്ചുകൊണ്ട് പറയുകയാണ്, വഅഹ്സന മിൻക ലം തറ ഖത്തു ഐനി, തങ്ങളെക്കാൾ സുന്ദരനായ ഒരു മുഖത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്താ കാണാത്തത്? അറേബ്യയിലാണ്. ഇതിനേക്കാൾ നല്ല വെളുപ്പും തുടുപ്പുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ബഹുമാനപ്പെട്ടവർ പറയാം, وأحسن منك لم تر قط عيني وأجمل منك لم تلد النساء. തങ്ങളെക്കാൾ സുന്ദരനായ ഒരു വ്യക്തിയെ ഒരുമ്മ പ്രസവിച്ചിട്ടുമില്ല. സുന്ദരനാണ്, സുന്ദരനാണ്. خلقت مبرأ من كل عيب كأنك خلقت كما تشاء. എല്ലാ മ്ലേച്ഛതകളിൽ നിന്നും, എല്ലാ മാലിന്യങ്ങളിൽ നിന്നും, എല്ലാ ഐബുകളിൽ നിന്നും ഒഴിവായ നിലയ്ക്കാണ് തങ്ങളെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിലും ഭാവത്തിലുമാണ് അല്ലാഹു തങ്ങളെ പടച്ചത്. റസൂലേ, ആ പ്രവാചകരോട് അങ്ങ് ഇഷ്ക് വെച്ചാൽ പിന്നെ തീരൂലേ. പ്രവാചകൻ തുപ്പാൻ കാത്തു നിൽക്കാൻ അടിയാണ് സ്വഹാബത്ത്. എന്തിന്? തുപ്പലൊന്ന് കയ്യിലെടുക്കാൻ. രണ്ട് മേത്ത് മുഖത്ത് വരട്ടും. ഇതെവിടെയാ ഉസ്താദ് ഈ പറഞ്ഞിട്ടുള്ളത്? കള്ളം പറഞ്ഞിട്ട് മുലിയാരി പോകല്ലേ. ഇമാം ബുഖാരി, സഹീഹുൽ ബുഖാരി ഓതാൻ അറിയണം. എന്റെ അടുത്തോട്ട് വാ, കാണിച്ചു തരാം. സഹീഹുൽ ബുഖാരി അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി. പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആധികാരിക ഗ്രന്ഥം, സ്വഹീഹായ ഗ്രന്ഥം പരിശുദ്ധമായ സഹീഹുൽ ബുഖാരിയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ അൽ ജാമിഉസ് സ്വഹീഹാണ് എന്ന് ലോകത്തുള്ള സർവ്വ പണ്ഡിതന്മാരും ഐക്യത്തോടുകൂടി പറഞ്ഞതാകുന്ന ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സഹീഹിൽ ഉദ്ധരിച്ച സംഭവമാണ്. നിഷേധിക്കാൻ പറ്റൂല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നബി തങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഇബ്തദറു ബിഹി, ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ ഓടുകയാണ് അത് നടപ്പിലാക്കാൻ. മാത്രമല്ല പ്രവാചകരുടെ മുന്നിൽ അവർ ശബ്ദം താഴ്ത്തുമായിരുന്നു, ഉറക്കെ സംസാരിക്കൂല. നബി ഉള്ളതാകുന്ന ഒരു മജ്ലിസിൽ ഒരു ശബ്ദം ഒരല്പം പോലും ഉയർത്തൂല. നബിയേക്കാൾ ഉയർത്തി സംസാരിച്ചിട്ടേ ഇല്ല സ്വഹാബത്ത്. സാധാരണ മനുഷ്യനാണെങ്കിൽ നടക്കുവോ? നമ്മള് പള്ളിയിലെ മൂലകാലത്ത് ചപ്പാടും ബഹളവും പടച്ചവർ നമ്മൾ എന്താ കാണിക്കുന്നത്? യഥാർത്ഥത്തിൽ പാടില്ല. കാരണം അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് ആര്? അൽ ഉലമാഉ വറസത്തുൽ അംബിയാഇ. അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാർ. സംസാരം വളരെ സൂക്ഷിച്ചു വേണം, ഇല്ലെങ്കിൽ വലിയ അപകടത്തിൽ ജനിക്കും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു വാക്കും സ്വഹാബത്ത് സംസാരിച്ചിരുന്നില്ല, ഒരല്പം ഒരു ശബ്ദം ഉയർത്തിയിരുന്നില്ല. ഇന്നും നിങ്ങൾ പരിശുദ്ധമായ റൗളയിൽ പോയാൽ, ഞാൻ ഈ 2 ആഴ്ച മുമ്പ് പോയതാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാകുന്ന റൗളയിൽ അഥവാ പരിശുദ്ധമായ പ്രവാചകനെ സിയാറത്ത് ചെയ്യാൻ പോയാൽ ആ മഖ്ബറ ഷരീഫിന്റെ നേരെ മുകളിൽ എഴുതി വെച്ചിട്ടുള്ള ആയത്താണ് എന്ത്? യാ അയ്യുഹല്ലദീന ആമനൂ ലാ ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون.
അല്ലയോ മുഅ്മിനീങ്ങളെ ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി. ആദരവായ പ്രവാചകന്റേതാകുന്ന ശബ്ദത്തേക്കാൾ ഒരൽപ്പം പോലും നിങ്ങളുടെ ശബ്ദം ഉയരരുതേ. ആ പ്രവാചകന്റെ മുന്നിൽ പ്രത്യേകിച്ചും ശബ്ദം ഉയർത്തരുത്. ولا تجهروا له بالقول كجهر بعضكم لبعض. നിങ്ങളിൽ ചിലർ മറ്റു ചിലരെ വിളിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂലിനോട് പരുത്ത ശബ്ദത്തിൽ നിങ്ങൾ ഇടപെടരുതേ. അങ്ങനെ വിളിച്ചാൽ എന്താണ് ഉസ്താദേ സംഭവിക്കുക? ഖുർആൻ പറയുകയാണ് അന്തഹബത അഅമാലുക്കും. നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള സർവ്വ അമലും പൊളിഞ്ഞു പോകാൻ അത് മതിയെന്ന് വിശുദ്ധമായ ഖുർആൻ. 60 വർഷമായി ഉമ്മാനെ നിസ്കരിക്കുന്നവളാണ്. പാതിരാത്രി സമയത്ത് തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടി അതിശക്തമാകുന്ന തണുപ്പുള്ള സമയത്ത് പോലും ഒതുവെടുത്തുകൊണ്ട് മണിക്കൂറുകളോളം നിന്ന് നമസ്കരിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന ഉമ്മയാണ്. സുബഹി നമസ്കാരം നിർവഹിക്കുന്നവരാണ്. ഖുർആൻ ഖത്മ തീർത്തിട്ടുള്ളവരാണ്. ആയിരക്കണക്കിന് ദിക്റുകൾ, സ്വലാത്തുകൾ, തഹ്ലീലുകൾ ദിനേന ചൊല്ലിക്കൊണ്ട് നിലകൊള്ളുന്നവരാ. പരിശുദ്ധമായ കഅബയുടെ കില്ല പിടിക്കാൻ സൗഭാഗ്യം ലഭിച്ചിട്ടുള്ളവരാണ്. 20 ഉംറ ചെയ്തവരാണ്. സകാത്തുകൾ കൊടുത്തവരാണ്. 19 കൊല്ലമായി റമദാനിലെ നോമ്പ് പിടിക്കുന്നവരാണ്. ജമാഅത്തുകൾ ശ്രദ്ധിക്കുന്നവരാ. പക്ഷേ റസൂലുള്ളാഹിയുടെ മുന്നിൽ ഒരൽപ്പം ശബ്ദം ഉയർത്തി സംസാരിച്ചാൽ അന്തഹബത അഅമാലുക്കും, നിന്റെ അമല് മുഴുവനും പൊളിഞ്ഞു പോകുമേ, ഇല്ലാതാകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. وأنتم لا تشعرون. നീ അറിയാത്ത വിധത്തിൽ നിന്റെ അമല് പൊളിഞ്ഞെന്ന് നീ അറിയുകയില്ല. കാരണം ഇതൊരു സാധാരണ മനുഷ്യനല്ല, ഇതാ സാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അഷ്റഫുൽ ഖലായിഖാണ്. ലോകത്തുള്ള സർവ്വ സൃഷ്ടികളിലും നേതൃത്വമാണ്. സൃഷ്ടികളിൽ ഉത്തമരായ ഈ വ്യക്തിയുടെ മുന്നിൽ അനാവശ്യമായി വർത്തമാനമൊന്ന് ഉയർത്തി സംസാരിച്ചാൽ പോലും നിന്റെ അമലുകൾ മുഴുവനും ഇല്ലാതാകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. എന്തായി പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ഒരല്പം ശബ്ദമുയർത്തി സംസാരിച്ചാൽ തന്നെ നിന്റെ ആയുസ്സിൽ ചെയ്ത അമല് മുഴുവനും പൊളിഞ്ഞു പോകും. ഖുർആനാണ് ഇതിനെ വെല്ലാൻ. എന്താ അപ്പൊ ഇതൊരു സാധാരണ മനുഷ്യനാണോ? ആണോ? നിങ്ങൾ പറയും. സാധാരണ മനുഷ്യനാണെങ്കിൽ അങ്ങനെ സംഭവിക്കോ? ഇതൊരു സാധാരണ വ്യക്തിയായി കാണരുത്. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത് അക്സറുഹും ലാ യഅഖിലൂൻ വലൗ അന്നഹും സബറൂ ഹത്താ തഖറുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും വല്ലാഹു ഗഫൂറുർ റഹീം. നബിയേ, തങ്ങളുടെ വീട്ടുമുറ്റത്ത് വന്നുകൊണ്ട് ശബ്ദമുണ്ടാക്കുന്ന ചില ആളുകളെ നാം കാണുന്നുണ്ട്. അവർ വിവരമില്ലാത്തവരാണ്, വിവേകമില്ലാത്തവരാണ്. അവരല്പം ക്ഷമിച്ചു നിൽക്കുകയും തങ്ങൾ അവരിലേക്ക് വരുന്നത് വരെ അല്പം ക്ഷമയോടുകൂടി നിലകൊള്ളുകയും ചെയ്യുകയാണെങ്കിൽ അതാണ് അവർക്ക് ഏറ്റവും കരണീയമെന്ന് പറഞ്ഞു കൊടുക്കൂ റസൂലേ എന്ന് വിശുദ്ധമായ ഖുർആൻ. വിശാലമായ ചരിത്രമൊക്കെ ഉണ്ട് ഇവിടെ. സൗബാൻ റളിയല്ലാഹുവിന്റെ ഒക്കെ ഞാനിപ്പോ പറയുന്നില്ല. സൗബാൻ റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്ത് ഓതിയപ്പോ അദ്ദേഹം സ്വഹാബത്തിനിടയിൽ അല്പം ശബ്ദമുയർന്ന വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്നി അഖാഫു, ഞാൻ വല്ലാതെ ഭയപ്പെടുന്നു, അന്ന ഹാദിഹിൽ ആയത്തു നസലത്ത് ഫിയ്യ, ഈ ആയത്ത് എന്നിലാണ് ഇറങ്ങിയത്, ഞാൻ ഭയക്കുന്നുണ്ട്. കാരണം എന്താ? ഞാൻ അല്പം ശബ്ദമുള്ള ആളാണ്. ഈ ആയത്ത് എന്റെ വിഷയത്തിലാണ് ഇറങ്ങിയതെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് ഹാരിബൻ ഓടുകയാണ്. മദീനയിലെ തെരുവിനോട് ഓടി വീട്ടിലേക്ക് വന്നു.
എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, ഞാൻ ഒട്ടകത്തിന്റെ ആലയിൽ കയറാൻ പോവാണ്. ഒട്ടകത്തെ കെട്ടുന്നതാകുന്ന അതിന്റെ കൂട്, അതിൽ കയറുക. നീ അതിൽ ഞാൻ കയറി കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യണം? ആ ഒട്ടകത്തിന്റെ ആലയിൽ ആണി വെച്ച് ബന്ധിച്ചേക്കണം. ഞാൻ പുറത്തിറങ്ങുന്നില്ല. എന്റെ വിഷയത്തിൽ ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്തിറക്കുന്നത് വരെ, അല്ലെങ്കിൽ ഞാനല്ല എന്ന് പറയുന്നവരെ ഞാൻ ഇനി ഇതിൽ കഴിയാൻ, ഞാൻ ഈ നബി അടുത്തോട്ട് പോകുന്നില്ല. പേടിച്ചിട്ട്, ഭയപ്പെട്ടിട്ട്, അവരുടെ ഈമാനിൽ നിന്ന് ചോദിച്ചു. ഇങ്ങനൊരു ആയത്ത് നമുക്കിടയിൽ വെച്ച് ഓതിയാൽ നമ്മൾ അപ്പൊ തന്നെ പറയും, ഈ ആയത്ത് എന്റെ വിഷയത്തിലല്ല, എന്റെ വിഷയത്തിലാണ്, വേറൊരുത്തന്നെ ചോദിക്കും. ഇതാണ് നമ്മൾ. ഇത് സ്വഹാബത്ത് ഭയപ്പെടുകയാണ്. കാരണം അമല് മുഴുവൻ പൊളിഞ്ഞു പോകും. അതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഓടുക. എന്നിട്ട് ഒട്ടകത്തിൻ്റെതാകുന്ന ആലയിൽ കയറി ബഹുമാനപ്പെട്ട അഭയം പ്രാപിച്ചു. ഭാര്യയോട് പറഞ്ഞു, ജമീല, ഞാൻ ഇതിനകത്ത് കയറിയാൽ, ജമീല എന്ന ഭാര്യയോട് പറയാൻ, നീ അതിൻ്റെതാകുന്ന ആലയിൽ ആണി വെച്ച് നല്ലതുപോലെ അടിച്ചേക്കണം. അങ്ങനെ ചെയ്തു. ഭാര്യ അങ്ങനെ ചെയ്തു. ഒട്ടകത്തിന്റെ ആലയിൽ കയറിയിരിക്കാൻ ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹീ നൽകപ്പെട്ടു. പ്രവാചകൻ ചോദിച്ചു, എവിടെ സൗബാൻ? അയിന സൗബാൻ? സൗബാൻ എവിടെ? അപ്പൊ സഹാബത്ത് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞിട്ട് ഓടുന്നുണ്ടായിരുന്നു, ഞാനാണ് നിങ്ങൾക്കിടയിൽ ശബ്ദം വളരെ കൂടുതലുള്ളത്, ഞാൻ എന്റെ വിഷയത്തിനാണ് ഈ ആയത്തിറങ്ങിയതെന്ന് ഞാൻ ഭയക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് ഓടിയിട്ടുണ്ട്. ആളെ വിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വരാൻ പറഞ്ഞു. നബി വിളിച്ചാൽ പിന്നെ വരാതിരിക്കാൻ പറ്റൂലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചാല് നിസ്കാരത്തിലാണെങ്കിൽ കൈയടിച്ചു പോകണം. ആര് വിളിച്ചാൽ? സുന്നത്ത് നിസ്കരിക്കുമ്പോ. ആര് വിളിച്ചാൽ? പാപ്പായും ഉമ്മായും വിളിച്ച, മാതാപിതാക്കൾ വിളിച്ചാൽ സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ കൈയടിച്ചു പോകണമെന്നാണ് മസലയാണ്. ഇത് പഠിക്കണം. സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഉമ്മായും പാപ്പായും വിളിക്കാൻ വേണ്ടി തന്നെ സമയത്ത് കൈകെട്ടാൻ നിൽക്കണ്ട. അങ്ങനെ സംഭവിച്ചാൽ എന്തിനാ പറഞ്ഞത്? അവരുടെ മഹത്വം വെളിപ്പെടുത്തേണ്ടത്. വാപ്പായി ഉമ്മായി നമ്മൾ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ആണ് അവർ നമ്മളെ വിളിക്കുന്നത്. ഹൈവാനെ എന്ന് വിളിച്ചാൽ വേഗം വിളി കേൾക്കണം. ആണ് പറഞ്ഞത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചാൽ ഫർള നമസ്കാരത്തിനാണെങ്കിൽ പോലും കൈയഴിച്ചു പോകണമെന്നാണ്. നബി തങ്ങൾ വിളിച്ചാൽ അതാണ് നബിയുടെ മഹത്വം. ഫർള നിസ്കരിക്കാൻ ആര് വിളിക്കുന്നു? ഹബീബ് റസൂലുള്ളാഹി. ഇനി അത് കാണിച്ചിട്ട് ഹാല് കാണിക്കണ്ട. ചിലരങ്ങനെയുണ്ട്, ഫർള് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതൊക്കെ കൈയഴിക്കും. എന്താ നബി വിളിക്കുന്നതായിട്ട് എനിക്ക് തോന്നി, പോരാങ്ങോട്ട്, ഒരു മിനിറ്റ്. അങ്ങനെ ചില ആളുകളുണ്ട്. പിറ്റേ ദിവസം പച്ചയൊക്കെ ഇട്ട് കയ്യിൽ 50 മോതിരം ഇട്ട് യാ കയ്യും പരിപാടി. അതിനകത്ത് ഉടായിപ്പ് തട്ടിപ്പ്. ആ പരിപാടി കേൾക്കണ്ട. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനെയുണ്ട്. ഇതിപ്പോ പറഞ്ഞു കൊടുത്താൽ പിന്നെ എന്താവും? നാളെ ഈ സമയമാകുമ്പോൾ പറയും ഞാനൊരു ചെറിയ ശൈഖാണ്. കാരണം എന്നാ, നിങ്ങൾ ആരും കേട്ടില്ലേ? ചോദിക്കുകയാണ് നമ്മളോട്. ഇല്ല കേട്ടില്ല. എന്ത്? നബി വിളിച്ചായിരുന്നു. ഇപ്പൊ വിളിച്ചോളൂ, ഞാൻ പോരാ കേട്ടോ, മദീന വരെ ഒന്ന് പോയിട്ട് വരും. ഇങ്ങനത്തെ ആളുകളുണ്ട്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതൊക്കെ തട്ടിപ്പും വെട്ടിപ്പും അതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ശേഷിയൊക്കെ അൽഹംദുലില്ലാഹ് ഇന്നത്തെ ഉമ്മത്തിനായിട്ടുണ്ട്. അല്ലാഹു നമുക്ക് നല്ല സൽപാന്താവിലൂടെ പോകാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. നബിയുടെ മഹത്വമാണത്. അങ്ങനെ പരിശുദ്ധ പ്രവാചകൻ ആളെ വിളിപ്പിച്ചു. നബി തങ്ങളെ വിളിച്ചപ്പോൾ ആയിരിക്കാൻ പറ്റൂല. അദ്ദേഹം ആലയിൽ നിന്ന് ഇറങ്ങി നേരെ മുത്തുനബിയുടെ അടുക്കൽ ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ വിഷയത്തിലല്ല ഇത്, ഖുർആനിക വചനം. ചില ആളുകൾ ശബ്ദമുയർത്തിയെങ്കിലും നിന്റെ വിഷയത്തിലല്ല ഈ ആയത്തിറങ്ങിയിട്ടുള്ളത്, നീ പേടിക്കേണ്ടതില്ല. വല്ലാഹു ഗഫൂറുർ റഹീം. അല്ലാഹു പാപങ്ങൾ പുറത്തു നൽകുന്നവനും കരുണ ചെയ്യുന്നവനുമാണ്, പേടിക്കണ്ട എന്ന് വിശുദ്ധമായ ഖുർആനിക വചനം പറഞ്ഞു. അപ്പോഴാണ് ആശ്വാസമായത്. അൽഹംദുലില്ലാഹ്. കാരണം ഇല്ലെങ്കിൽ എന്താ, അമലെല്ലാം പൊളിഞ്ഞു പോകും. ഇത് ഇന്നും ഉമ്മത്തിന് ബാധകമാണോ? ബാധകമാണെന്നാണ് അയിമ്മത്തിൽ ഭൂരിപക്ഷം പണ്ഡിതന്മാർ. നമ്മൾ ഇന്നും മുത്തുനബിയുടെ ചാരത്തെത്തിയാൽ എന്ത് വേണം? വളരെ സൈലന്റ് ആയിരിക്കണം. വളരെ സൈലന്റ് ആയിരിക്കും, കാമാൻ കൊയ്ത്തായിട്ടായിരിക്കണം. ചിലർ അവിടുന്ന് ഭയങ്കര ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫേസ്ബുക്ക് ലൈവ്, യൂട്യൂബ് ലൈവ്, ഭയങ്കര സംഭവമാണ്. ചിലർ മൊബൈലും പിടിച്ച്, അത് അവിടെ നിരോധനമല്ല, ഇതിങ്ങനെ പിടിച്ചു പോകുന്നത് എഴുതി വെച്ചിട്ടുണ്ട് പലയിടത്തും. പക്ഷെ ആളുകൾ ചിലപ്പോൾ തടഞ്ഞോണമൊന്നുമില്ല. പക്ഷെ ചെയ്യുന്നത് വളരെ മോശമാണ്. നബിതങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നീ അങ്ങനെ ചെയ്യുമായിരുന്നു. മൊബൈൽ ഇങ്ങനെ പിടിച്ചിട്ട് റൗദയിൽ കൂടെ ഇങ്ങനെ നടക്കുക. എന്നിട്ട് ഇവനെ വെച്ചെത്തിയിട്ട് പറയാ, ഈ കിടക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇവനെ കൊച്ചാപ്പല്ലേ ഇങ്ങനെ പറഞ്ഞു കിടക്കുക. ഈ കിടക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, എല്ലാവരും കണ്ടോണേ, ഇതാണ് റൗദ, അതാണിത്. ഇവനെ വെച്ചിട്ടുകൊണ്ട് നടക്കുക പള്ളിക്കകത്തൂടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അത് വളരെ ശ്രദ്ധിക്കണം. വലിയ അദബുകേടാണ്, വളരെ വലിയ ഗുരുത്തക്കേടാണ്, ജീവിതത്തിൽ വലിയ നാശമുണ്ടാക്കും. മുത്തുനബിയുടെ മുന്നിൽ വളരെ സൗമ്യതയോടുകൂടി നിലകൊള്ളണം. എങ്ങനെയാണ് സിയാറത്ത് ചെയ്യേണ്ടത് നബി മുഹമ്മദ് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ രീതിയിൽ വളരെ നല്ല റാഹത്തായി നിന്നിട്ട് വേണം നമ്മൾ പോകാൻ. ഒരു മോശമായ രീതിയിൽ നമ്മുടെ ജീവിതം കൊണ്ടുപോകാൻ പാടില്ല.
കാരണം ഇതൊരു സാധാരണ വ്യക്തിയല്ല, അസാധാരണ വ്യക്തിത്വമാണ്. ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്ന സംഭവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ വരുമ്പോൾ ഞാനൊരു വിരിപ്പ് വിരിച്ചു കൊടുക്കും മുത്തുനബിക്ക്. ആ വിരിപ്പോ നബിയുടെ ഭാര്യയാണ് ആര്? ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ. നബി തങ്ങൾ പോകുമ്പോ ആ വിരിപ്പ് ഞാനിങ്ങ് എടുക്കും. നബിക്ക് നല്ല വിയർപ്പുള്ള വ്യക്തിയാണ്. ഈന്തപ്പന ഓലകൾ മേഞ്ഞതാകുന്ന വീട്ടിൽ ഒരു ഫാനും ഇല്ലാതെ കിടന്നാൽ പിന്നെ അങ്ങനെ വിയർക്കാതിരിക്കും. വിയർപ്പ് നല്ല ആരോഗ്യമുള്ള മനുഷ്യന്റെ ലക്ഷണവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുമ്പോ ഞാൻ ആ തുണി ഇങ്ങനെ എടുത്തിട്ട് ഒരു കുപ്പിയിലേക്ക് ഇങ്ങനെ പിഴിയും. ഹദീസാണ് ഇതൊക്കെ, ഹദീസ്. നമുക്ക് കെട്ടുകഥ പറയല്ല, ഹദീസാണ്. ഇല്ലെങ്കിൽ ഉസ്താദുമാരുണ്ടല്ലോ എന്റെ ഹൽക്കിന് പിടിക്കാൻ പറ്റിയ ആലിമീങ്ങളോട് അതിനെ കള്ളം പറയുന്നു. കള്ളം പറഞ്ഞ് വിൽക്കേണ്ട കാര്യമില്ലല്ലോ, ദീൻ പറയാൻ. ശരിക്കും ശ്രദ്ധിച്ചോ, ഞാൻ ഈ വിരിപ്പിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പിഴിയും. ആര് പറയാൻ? ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ. എന്നിട്ടത് കുപ്പിയിലാക്കും. നല്ല നല്ല സുദിനങ്ങൾ വരുമ്പോ എന്റെ മക്കൾക്ക് ഞാനിത് തേച്ചു കൊടുക്കും. നല്ല കസ്തൂരിയേക്കാൾ സുഗന്ധമാണെന്ന് ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ. എന്ത് വിയർപ്പ് പറയുന്നത്. നമ്മൾ ഇന്നലെ ഇട്ട ഡ്രസ്സ് ഇന്ന് എടുത്തുകൊണ്ട് വെക്കണം. അടച്ചവനെ ബോധം പോയിട്ട് 3 ദിവസം കഴിഞ്ഞ് എഴുന്നേക്കുള്ളൂ. റബീഉൽ അവ്വൽ കഴിഞ്ഞ് ചോറൊക്കെ തീർന്നു കഴിയുമ്പോൾ എഴുന്നേറ്റ് വരും. അതാണ് നമ്മുടെ അവസ്ഥ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഞാനിത് എന്തിനാ പറഞ്ഞത്? നമ്മളും മുത്തുനബിയായിട്ടുള്ള അന്തരം പറഞ്ഞുതരാൻ. റസൂലുള്ള ഒരു സാധാരണ വ്യക്തിത്വമല്ല, മനസ്സിലാക്കണം. ഹദീസാണ്. നബി തങ്ങളുടെ സ്വന്തം ഭാര്യ ചെയ്യുന്ന പരിപാടിയാണ്. നബിക്ക് വരുമ്പോ പ്രത്യേക ഒരു വിരിപ്പ് വിരിക്കും. അപ്പൊ ആ വിരിപ്പ് ഒരു തോർത്തുമുണ്ട് പോലെയാണെന്ന് മനസ്സിലാക്കണം. കാരണം അതിനാ നല്ലതുപോലെ വിയർപ്പ് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിക്ക് നബി എഴുന്നേറ്റ് പോകുമ്പോ അത് ഞാൻ പിഴിഞ്ഞെടുക്കും. എന്നിട്ട് അതാണ് സൂക്ഷിച്ചു വെക്കുക, സ്ഥിരമായി ചെയ്യും. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ. ഹദീസാണ്. ഇതൊരു സാധാരണ മനുഷ്യനല്ല. മാലിക് ബിൻ സിനാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ മുറിവ് പറ്റുകയാണ്. ഉഹദിന്റെ രണാങ്കണത്തിൽ മുറിവ് പറ്റുകയാണ്. പെട്ടെന്നുള്ള ശത്രുക്കളുടെ ആക്രമണത്തിൽ പ്രവാചകന്റെ മുൻപല്ല് പൊട്ടുകയാണ്. നഊദു ബില്ലാഹ്. ആ പ്രവാചകന്റെ ശരീരത്തിലേക്ക് ഇതാ രക്തം നിറകളിക്കുകയാണ്. പ്രവാചകന്റെ ശരീരത്തിൽ മുറിവ് പറ്റി രക്തമെങ്ങനെ പുറപ്പെട്ടുകൊണ്ട് ഒഴുകുമ്പോൾ ഞാനതിങ്ങനെ വടിച്ചെടുത്തു, എന്നെ നാക്കുകൊണ്ട് വടിച്ചെടുത്തു കുടിച്ചു എന്ന് മാലിക് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹു. നബി തങ്ങൾക്കറിയാം, നബി കണ്ടുകൊണ്ടിരിക്കുക. ഇതേ നബി തന്നെയാണ് എന്ത് പറഞ്ഞത്? എന്ത് രക്തം എന്താണ്? ഹറാമാണ്. രക്തം നജസല്ലേ? ഒരാളുടെ രക്തം എടുത്ത് കുടിക്കാവോ? പറ്റൂല. ഒരു മൃഗത്തിന്റെ രക്തം എടുത്ത് കുടിക്കാവോ? പറ്റൂലല്ലോ. പോത്തിനറത്ത് അല്ലെങ്കിൽ കോഴിയറത്ത് എന്റെ രക്തം എടുത്ത് കുടിക്കാൻ പറ്റുമോ? ഞാൻ എങ്ങായിരിക്കുന്നത്? പറ്റുമോ? ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം എടുത്ത് കുടിച്ചു? ഇത് സാധാരണ മനുഷ്യനല്ല, ഇത് വേറെ ടീമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം കുടിച്ചു. ചരിത്രമാണിത്. പഠിക്കണ ഉമ്മത്ത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, പ്രവാചകരുടേതാകുന്ന രക്തം മറ്റൊരു ശരീരത്തിലേക്ക് കലർന്നാൽ ആ ശരീരം നരകം സ്പർശിക്കൂല, അതുകൊണ്ടാണ് ഞാൻ കുടിച്ചത് എന്ന് മാലിക് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹു. സ്വഹാബിയാണ് ചെയ്തത്, എല്ലാവരും ചെയ്തതല്ല. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇതൊരു സാധാരണ വ്യക്തിയല്ല. അതുകൊണ്ട് മുഖം ചുളിക്കണ്ട, ശരിക്ക് ഈമാൻ ഉറപ്പിച്ചോ. ആ പ്രവാചകന്റെ തിരുസുന്നത്തുകൾ മുറുകെ പിടിച്ചോ. ആ പ്രവാചകനെ സ്നേഹിക്കാൻ നമ്മൾ തയ്യാറായിക്കോ. ആ പ്രവാചകനെയാണ് സ്നേഹിക്കേണ്ടത്. ആ പ്രവാചകന്റെ മദ്ഹ് കീർത്തനങ്ങൾ ആലപിക്കുക. حب النبي ومدحه خير العمل وعسى الإله به يبلغه العمل وله بنيل شفاعة طه كفل عند الإله منعما تنعيما صلوا عليه وسلموا تسليما.
ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ആദരവായ പ്രവാചകരെ പറ്റി പറയുകയാണ്, ഹുബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ. ആദരവായ പ്രവാചകരെ കുറിച്ച് സ്നേഹിക്കലും ആ പ്രവാചകന്റെ മദ്ഹ് കീർത്തനങ്ങൾ ആലപിക്കലും അതിശ്രേഷ്ഠമായ അമലാണ്. വീട്ടിൽ സംഘടിപ്പിക്കണം. നമ്മുടെ 2 ഉസ്താദുമാരെ വിളിച്ച് ഓതാൻ അറിയില്ലെങ്കിൽ അവരെ കൊണ്ടുവന്ന് നമ്മൾ ഓദിക്കണം. റബീഉൽ അവ്വൽ തീരുന്നതിന് മുമ്പ്. 12 കഴിഞ്ഞാൽ നിർത്തിവെക്കണ്ട. റബീഉൽ അവ്വൽ 30 വരെയുണ്ട് മലബാറിലൊക്കെ. 1 മുതൽ 30 വരെയുണ്ട് മൗലിദ് പരിപാടി. നമുക്ക് വീട്ടിൽ ഓതാം. ഇതുവരെ സാധിച്ചിട്ടില്ലെങ്കിൽ ഉസ്താദ് ഒന്ന് വീട് വരെ വരണം, ഓദിക്കണം. ഫുള്ളായിട്ട് ഓദിക്കണം, ഓതണം, ഫുള്ളായിട്ട് ഓതണം. അത് കട്ടോതണ്ട, ഫുള്ളായിട്ട് ഓത്. വളരെ ശ്രേഷ്ഠമായ മൗലിദാണ്. എന്നിട്ട് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കുടുംബങ്ങൾ ബന്ധുക്കളെയൊക്കെ വിളിച്ചിട്ട് സൽക്കരിക്കാൻ അവനവന് കഴിയുന്ന തോതിൽ. നേരത്തെ മുളഫർ രാജാവിന്റെ ചരിത്രം പറഞ്ഞ് വീട്ടിലിരിക്കുന്നതാകുന്ന ബാങ്കിയിരിക്കുന്ന 3 ലക്ഷം പൊന്നെടുത്തിട്ട് അങ്ങോട്ട് കാര്യം തീർത്തു. അവസാനം പട്ടിണിയും പരിവട്ടും. അത് പറഞ്ഞാണ് മൗലിദ് നടത്തൽ. നല്ല നീയത്തിലാണോ ഉണ്ടാവൂല കേട്ടോ പട്ടിണി. പക്ഷെ അങ്ങനെ ചെയ്യാനല്ല പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള സമ്പത്തിന്റെ ഒരു വിഹിതം ഉള്ളവർ മാന്യമായ രീതിയിൽ ഒരു 10 പേരെ വെച്ച്, ഒരു 5 പേരെ വെച്ച് വേണ്ട, വീട്ടിലുള്ളവർ ചേർന്ന്, മക്കളും നമ്മുടേതാകുന്ന കുടുംബങ്ങളും ചേർന്നിട്ട് ഒരു ചെറിയ സദസ്സ് നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കും. ബറക്കത്ത് ഉറപ്പാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ. ആദരവായ പ്രവാചകന്റെ മദ്ഹ് കീർത്തനങ്ങൾ ആലപിക്കുന്നവർക്ക് അവൻ്റെതാകുന്ന ആഗ്രഹങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ച് നൽകുമേ. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ എങ്ങനെ ഇത്ര ഉന്നതിയിലേക്ക് എത്തി? ഇവരൊക്കെ ഇതൊക്കെ ചെയ്തിട്ടാണ് എത്തിയത്. റസൂലുള്ളാഹി വല്ലാതെ ഇഷ്ക് വെച്ചു. നബിയെ മഹബത്ത് ചെയ്തു. പദ്യങ്ങൾ രചിച്ചു, ഗദ്യങ്ങൾ രചിച്ചു. നബിയെ മദ്ഹ് ചെയ്തുകൊണ്ട് ഒരു പുസ്തകം എഴുതിയവൻ ഒരിക്കലും പരാജയപ്പെടില്ല. അങ്ങനെയാണ്. നബിയെ മദ്ഹ് ചെയ്തിട്ട് ഒരു പുസ്തകം എഴുതിയവൻ ഒരിക്കലും അവൻ പരാജയപ്പെടൂല. നമ്മൾ പുസ്തകം എഴുതാൻ പോയിട്ട് നബിയുടെ ഒരു ചരിത്രം പോലും അറിയാത്തവരായി നമ്മൾ മാറി. ഇന്നത്തെ തലമുറ മാറി അല്ലേ? റബീഉൽ അവ്വൽ വന്നിട്ട് ഓരോ റബീഉൽ അവ്വൽ വരുമ്പോഴും മുത്തുനബിയെ കുറിച്ച് പഠിക്കാൻ ഉതകുന്ന ഒരു പുസ്തകം നമ്മൾ സ്വന്തം വാങ്ങി പഠിക്കണം, നമ്മുടെ മക്കൾക്കും പഠിപ്പിക്കണം. പുതിയത് അങ്ങനെ റബീഉൽ അവ്വൽ കൊണ്ടുപോകണം. നമുക്ക് നബിയെ കുറിച്ച് ഒരുപാട് അറിയാം, പക്ഷെ അത് തീർന്നില്ല, ഇനിയും പഠിക്കാൻ കിടക്കാൻ. ഒരു പുസ്തകം നമുക്ക് അറിയാവുന്ന ഭാഷ, അറബി അറിയാവുന്നവരങ്ങനെ, മലയാളം അറിയാവുന്നവരങ്ങനെ, ഇംഗ്ലീഷാണ് താല്പര്യമെങ്കിൽ അങ്ങനെ. നമ്മുടെ മക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസം കൊടുത്തോ? നല്ലതുപോലെ ഇംഗ്ലീഷ് അറിയാവുന്ന മകന് അവന് ഇംഗ്ലീഷിൽ തന്നെ മുത്തുനബിയെ കുറിച്ചുള്ളതാകുന്ന ഒരു പുസ്തകം വാപ്പ വാങ്ങിച്ചിട്ട് കൊടുക്കാൻ സമ്മാനമായിട്ട്. റബീഉൽ അവ്വലിന്റെ സമ്മാനം. വായിക്കട്ടെ, പഠിക്കട്ടെ, നബിതങ്ങളുടെ ചരിത്രം പഠിക്കട്ടെ. ചെറിയ മക്കളെ അവരെ ചേർത്തിരുത്തിയിട്ട് വാപ്പ നല്ല ഒരു ചെറു കഥ, ഒരു ചരിത്രം പറഞ്ഞു കൊടുക്കണം മുത്തുനബിയെ കുറിച്ച് റബീഉൽ അവ്വലിന്റെ മാസത്തിൽ. ഒരു കുട്ടി ജനിച്ച് വകതിരിവെത്തിയാൽ ആദ്യമായി പറഞ്ഞു കൊടുക്കേണ്ടത് എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? കിൻഡർ ജോയ് അല്ല. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയാണ് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത്. ഫത്ഹുൽ മുഈൻ എടുത്ത് മറിച്ച് നോക്കി നിങ്ങൾ. വഅവ്വലു വാജിബിൻ അലൽ ആബാഇ വൽ ഉമ്മഹാത്ത്. മാതാപിതാക്കളുടെ മേൽ ആദ്യമായി നിർബന്ധമായ സംഗതി, ഒരു കുട്ടി ജനിച്ച് വകതിരിത്തി കഴിഞ്ഞാൽ അവൻ ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആരെക്കുറിച്ചാ? നമുക്കൊരു നബിയുണ്ട്. ആ നബിയുടെ പേര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മക്കയിൽ ജനിച്ചു, മദീനയിൽ വഫാത്തായി. ഇത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ആ മദീനയിൽ തന്നെയാണ് അവിടുത്തെ ഖബർ സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ആദ്യം മക്കൾക്ക് പഠിപ്പിക്കേണ്ടത്. പിന്നീട് പ്രവാചകന്റെ ചരിത്രം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതല്ലേ മഹാന്മാര് പഠിപ്പിച്ചിട്ടുള്ള, മഹത്തുക്കൾ പഠിപ്പിച്ചത്. മുത്തുനബി തന്നെ പറയുകയാണ്, അല്ലിമൂ ഔലാദക്കും സലാസത ഖിസാൽ. 3 കാര്യങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഹൃദയത്തിൽ നിങ്ങൾ അടയാളപ്പെടുത്തണേ. മക്കള് നന്നാവാൻ, മക്കള് നശിച്ചു പോകാതിരിക്കാൻ, പിഴച്ചു പോകാതിരിക്കാൻ, മോശപ്പെട്ട ശൈലിയിലേക്ക് പോകാതിരിക്കാൻ, ലഹരിക്കടിമപ്പെടുന്നതാകുന്ന മക്കളാകാതിരിക്കാൻ, അനാവശ്യമാകുന്ന സിനിമാ നടന്മാരെയും സിനിമാ നടിമാരെയും താല്പര്യം വെച്ചുകൊണ്ട് അവരുടെ ഫാൻസുകളായി ജോലി ചെയ്യുന്നത് നിർത്തിവെക്കാൻ ഉപകരിക്കുന്നത് ഹുബ്ബനബിയക്കും 3 കാര്യങ്ങൾ പഠിപ്പിക്കണം. അതിലാദ്യമായി റസൂലുള്ള പറഞ്ഞത് നിങ്ങളുടെ നബിയോടുള്ള മഹബ്ബത്താണെന്ന്. ഹബീബുനാ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്താണ് ആദ്യം പഠിപ്പിക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് തരട്ടെ.
നബി തങ്ങളോടുള്ള മഹബത്ത് മക്കൾക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കണം. അതാണ് ആദ്യം പഠിപ്പിക്കേണ്ടത്. നമ്മളത് ഇട്ടുകൊടുത്തിട്ടുണ്ടോ മനസ്സിൽ? നമ്മൾ ഇപ്പോഴും ചാനലുകൾ തോറും ഒരുമിച്ചിരുന്നു കൊണ്ട് സിനിമ കാണാൻ താല്പര്യപ്പെടുക. നമ്മൾ തന്നെ പറയാൻ ഓരോ നടന്മാരെ കണ്ടിട്ടോ എന്താ ഇപ്പൊ എന്റെ ഗ്ലാമർ, വാപ്പ തന്നെ കൊതിവിടുക. ഇത് കേൾക്കുന്ന മകന് ആരോടാ താല്പര്യം വരിക? ആരോടാ വരിക? ആ നടനോട് താല്പര്യം വരാൻ വാപ്പ തന്നെ ഇട്ടു കൊടുക്കാൻ. കാരണം അവന്റെ ചിത്രവും അവന്റെ ഫേസും കൂടി ഒന്നും കൂടി കാണുമ്പോൾ ഒന്നും കൂടി എഫക്റ്റീവാണ്. അവന്റെ ആക്ഷനുകൾ കാണുന്നു, ആക്ഷൻ സോങ്സുകൾ കാണുന്നു, അവന്റെ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവങ്ങൾ കാണുന്നു. അപ്പൊ ഇവനാണ് റോൾ മോഡൽ. വാപ്പാക്കിഷ്ടം ഇവനെയാണ്, ഉമ്മാക്കിഷ്ടം ഇവളെയാണ് എന്ന് പറഞ്ഞ മകളും മകനുമൊക്കെ സിനിമാ നടന്മാരെ നടിമാരെ പ്രണയിക്കാൻ. എന്താണ് ഇവർ സമൂഹത്തിന്, എന്താണ് ഇവർ നൽകുന്നതാകുന്ന സന്ദേശം? എന്ത് നന്മയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള ഒരു ചരിത്രം പറഞ്ഞു കൊടുത്തിരുന്നെങ്കിലോ, ആ പ്രവാചകരെ കുറിച്ചൊന്ന് ഹൃദയത്തിൽ അടയാളപ്പെടുത്തി കൊടുത്ത് ദിവസവും ഒരു 10 സ്വലാത്ത് വീതം വൈകിട്ട് ചെല്ലിച്ച് അത് പിന്നീട് കൂട്ടിക്കൂട്ടി ഒരു 100 സ്വലാത്താക്കി മുടങ്ങാതെ ചെയ്തു വന്നെങ്കിലോ, എവിടെയാണ് ഇന്ന് മകൻ എത്തിയിരുന്നത്? എവിടേക്ക് എത്തും? ചിന്തിക്കും. നമ്മളിന്ന് അതിനുള്ള അവസരം കൊടുത്തില്ല. ഈ റബീഉൽ അവ്വൽ നമ്മൾ ഇന്ന് 12ാമത്തെ ദിവസത്തിലേക്ക് എത്താൻ 11ാമത്തെ രാവിലെ നമ്മൾ നിലകൊള്ളുന്നു. എത്ര സ്വലാത്ത് നമ്മൾ ചെല്ലും ഈ ഒരു 10 ദിവസം കൊണ്ട്? നിസ്കാരത്തിന് ശേഷം 3 സ്വലാത്ത് ചെല്ലുമ്പോൾ അലുവ എടുത്തോണ്ടിരിക്കുക ആചാര്യ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മുടെ പരിപാടി 3 സ്വലാത്ത് പോലും നമ്മൾ കൃത്യമായി കൊടുക്കൂല. 10 സ്വലാത്ത് ഒരു നിസ്കാരത്തിന് ശേഷം ഏതെങ്കിലും ഒരു പള്ളിയിലുണ്ടെങ്കിൽ ആ പള്ളിയിൽ നമ്മൾ നിസ്കരിക്കാൻ തന്നെ പോകില്ല. എന്താ കാരണം? ആ 10 സ്വലാത്തിനോടുള്ള വിരക്തിയാണ്. വേഗം തീരൂല അവിടെ. കാരണം 10-15 സ്വലാത്തുണ്ട്. അതാ പറയുന്നത്. അതാണ് നമ്മുടെ അവസ്ഥ. ശരിയല്ലേ? നമ്മൾ ജീവിതത്തിൽ എന്താ ചെയ്തിട്ടുള്ളത്? തറാവീഹ് നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ ഖുർആൻ മുഴുവൻ ഓതി നിസ്കരിക്കുന്നതാകുന്ന ഒരു പള്ളിയിൽ നമ്മൾ തീരെ കയറത്തേയില്ല. കാരണം എന്താ? അതിനേക്കാൾ വേഗം അനന്തര കൈഫ് ഓതി നിസ്കരിക്കുന്ന പള്ളിയുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കാൻ റമദാനാകുമ്പോൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് എവിടെയാണ് വേഗം തീരുന്നത് അന്വേഷിക്കുക. അത് തന്നെ നല്ല സ്പീഡിൽ തീരുന്നതാകുന്ന പള്ളിയിലെ ഇവൻ ബുള്ളറ്റ് എടുത്തുകൊണ്ട് പോവുള്ളൂ. ഇവിടുന്ന് വീട്ടിൽ നിന്ന് അവിടം വരെ പോകുമ്പോൾ തന്നെ 10 റക്അത്ത് അവിടെ കഴിഞ്ഞ് വേഗം തീരുന്നെടുത്ത്. പിന്നെ അവിടുന്ന് വേഗം ഒന്ന് കയറി 2 റക്അത്ത് നിസ്കരിച്ച് പിന്നെ തുപ്പാൻ വേണ്ടി വെളിയിൽ പോയി പിന്നെയും വന്ന് നിസ്കരിക്കുമ്പോൾ വിത്തറായി കഞ്ഞിയ പയർ ഏതാണ്ട് ഉണ്ടായിരുന്നു. അത് കുറച്ച് കുടിച്ച് 1/2 കിലോ വീട്ടിലോട്ടും കൊണ്ടുപോയി 3 ദിവസം ആവി കയറ്റി കഴിക്കുക. ഇത് തന്നെ പരിപാടി. ഇതല്ലേ നടക്കുന്നത്? ഇതല്ലേ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്? ഒരു കടിയുണ്ട്, ഒരെണ്ണം കിട്ടി, രണ്ടാമത് ഇപ്പുറത്തൂടെ കൈ പോവാൻ. വലത്ത് കൈ കൊടുത്ത ഇടത് കൈ അറിയാതെ വേണമെന്നാണ്. അപ്പൊ ഇടത് കൈ അറിയാതെ പോവാൻ. ഇതല്ലേ നമ്മുടെ അവസ്ഥ? വീണ്ടും കൊടുക്കാൻ വാങ്ങാതിരിക്കുക. ഇങ്ങോട്ട് വെച്ചേക്ക നെഞ്ചത്തോട്ട് ഇങ്ങനെ അട്ടിക്ക് ഇങ്ങനെ മേലുക താടി വരെ എത്തി, എന്നാലും നിർത്തൂല. ഇത് കൊണ്ടുവന്ന് ഡിയോ അകത്ത് പൊളിച്ചിട്ട് അതിനകത്ത് വെച്ചിട്ട് വീണ്ടും വരികയാണ്. 2 കൈ നിട്ട് കാലിയായി. പിറ്റേ ദിവസം നോമ്പാൻ. ഇത് കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല, ഈ പൊതി കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല എന്നറിയാം. എന്നാലും കൊണ്ടുപോകും. 10-20 പൊതി കിട്ടിയാലും വീണ്ടും കൊണ്ടുപോയി ആവി കയറ്റി 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 അവസാനം കുറെ കൊണ്ട് കളയുകയും ചെയ്യും. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ സാധാരണ രീതിയിൽ നടക്കുന്ന സംഗതികളാണ് ഈ പറയുന്നത്. ഇതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ എന്താ സഹോദരങ്ങളെ അമലുള്ളത്? അമല് വളരെ കുറവാണ്. നമ്മൾ മുത്തുനബിയെ സ്നേഹിച്ചിട്ട് എന്താ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത്? നിസ്കാരമുണ്ടോ? നോമ്പുണ്ടോ? സക്കാത്തുണ്ടോ? ഹജ്ജുണ്ടോ? ഉംറയുണ്ടോ? ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് കണ്ണീരൊപ്പിയോ? ദീനിന് വേണ്ടി ഏതെങ്കിലും രീതിക്കുള്ള മാന്യമായ ഒരു സദഖ ഇന്ന് വരെ നമ്മൾ നൽകിയോ? നമ്മുടെ മക്കൾക്ക് ആത്മീയമാകുന്ന പ്രഭ പരത്തുന്ന എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു കൊടുത്തോ? മദ്രസ വിദ്യാഭ്യാസം കൃത്യമായി മക്കളിൽ അടയാളപ്പെടുത്തിയോ? റസൂലുള്ളാഹിയോടുള്ള മഹബത്ത് അടയാളപ്പെടുത്തിയോ? നബി തങ്ങൾ പറഞ്ഞു 3 കാര്യങ്ങൾ മക്കളുടെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തണം. 1 നബിയോടുള്ള മഹബത്ത്, വഹുബ്ബ അഹ്ലി ബൈതിഹി നബി തങ്ങളുടെ കുടുംബത്തോടുള്ള മഹബത്ത്, വതിലാവത്തുൽ ഖുർആൻ പരിശുദ്ധമായ ഖുർആനിന്റെ ഓത്ത്. ഇത് 3 മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. വാപ്പാടെയും ഉമ്മാടെയും ബാധ്യതയാണ്. ഖുർആന്റെ ഓത്ത് എന്ന് പറഞ്ഞാൽ ഫാത്തിഹ മാത്രമല്ല, ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഓതാൻ അറിയണം. അല്ലാതെ ചിലരുണ്ട് അൽമാസ് എന്ന് ഓതും. ഏതാ ഓതിയിരിക്കുന്നത്? അലിഫ് ലാം മീം സ്വാദ്, അതാ ഓതിയത്. അൽമാസ്. അൽമാസ് എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ ഒരു കണ്ണിന്റെ ആശുപത്രി ഉണ്ട്, അതിന്റെ പേരാണ് അൽമാസ്. എങ്ങനെ ഓതേണ്ടത്? അലിഫ് ലാം മീം സ്വാദ് ഓതാൻ വേണ്ടി മുന്നിലോട്ട് കൊടുത്ത അൽമാസ്. മാസ് കാണിക്കുന്ന സിനിമാ നടനെ അവൻ ഓർമ്മ വന്നു. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഞാനിതൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയോ? ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഓതാൻ ഇന്നും പലർക്കും അറിയില്ല.
ചിലരായിട്ടില്ല റമദാനിൽ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ എന്നിട്ട് ചോദിക്കും, മോനെ ഇതെങ്ങനെയാടാ പോകുന്നത് കുട്ട പറഞ്ഞാടാ ഉമ്മായും വാപ്പായും അറിയാൻ മേല. നമ്മളിതൊന്നും പഠിക്കാൻ തയ്യാറാകുന്നില്ല. നമ്മൾ പിറകോട്ട് വരുന്നിരിക്കുകയാണ്. അടുത്ത തലമുറയെങ്കിലും കൃത്യമായി നമ്മളിത് പഠിപ്പിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന് കേരളം മുഴുവനും വ്യാപകമായി ലഹരിക്കടിമപ്പെടുന്ന ഘട്ടമായി മാറിയിരിക്കാൻ 46% 100-ൽ നിന്ന് ലഹരിക്കടിമപ്പെടുന്നതാകുന്ന വിദ്യാർത്ഥികളുള്ളത് എന്ന് ഈ അടുത്തിടെ റിപ്പോർട്ട് രേഖപ്പെടുത്തും. 46% വിദ്യാർത്ഥികളും ലഹരിക്കടിമപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ മക്കളെ കാക്കുമാറാവട്ടെ. 5ാം ക്ലാസ്സിലും 10ലും +1-നും +2-നും ഒക്കെ പഠിക്കുന്ന മക്കളുടെ കാര്യമാണ് ഈ പറയുന്നത്. അല്ലാതെ വലിയ മുതിർന്ന ആളുകളെയല്ല. ആ മക്കളിൽ തന്നെ കച്ചവടം നടത്തുന്ന ആളുകളുണ്ട്, ലഹരി കച്ചവടം നടത്തുന്നവർ. മുമ്പ് കാലങ്ങളിൽ 10 വർഷമൊക്കെ നിരന്തരമായി കള്ളു കുടിക്കുമ്പോഴേ അവനൊരു കള്ളുകുടിയനായി മാറുകയുള്ളൂ. ഇന്ന് അങ്ങനെയല്ല. ലഹരിക്കടിമപ്പെടണമെങ്കിൽ 3-4 ദിവസങ്ങൾ ഉപയോഗിച്ചാൽ തന്നെ അതിനടിമപ്പെടുക. കാരണം മാരകമാകുന്ന LSD, MDMA തുടങ്ങിയതാകുന്ന ചെറിയ സ്റ്റാമ്പ് രൂപത്തിലുള്ള സാധനം നാക്കിനടിയിൽ വെച്ചാൽ 3 മണിക്കൂർ വരെ എഫക്റ്റ് നിൽക്കും. LSD 2-3 ഒരാഴ്ച വരെ എഫക്റ്റ് നിൽക്കും മാരകമാകുന്ന MDMA. ചെറിയ മക്കൾ നാക്കിനടിയിൽ വെച്ചിട്ടിരിക്കാൻ ഇൽമിന്റെ സദസ്സ് നബിയെ മുഹമ്മദ് നബിയെ ഇരുത്തം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. കറങ്ങിയിരിക്കാൻ യാ നബി സലാം അലൈക്കും പറയുമ്പോൾ ഇവന് കൂടുതൽ ആട്ടം. നമ്മൾ ഓർത്ത് ഇവന് വലിയ മഹബത്ത് കിട്ടാതെ 2 പൊതി കൂടുതൽ കൊടുത്ത് പിന്നെ മനസ്സിലായത് താഴെ ചാനൽ പോയിട്ടിരിക്കുക. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇതൊക്കെ നടക്കുന്നത് അംഗങ്ങളാണ്. വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ ജുമായ്ക്ക് വന്നിട്ട് 2ാം നിലയിൽ ഇരുന്നിട്ട് എന്താ പരിപാടി, ചെക്കന്മാരുടെ പരിപാടി, എന്താ പരിപാടി, പുതിയ പടം ഇറങ്ങിയിട്ടുണ്ട്, വാ വേഗം സെൻഡ് ചെയ്യുകയാണ് കൂട്ടുകാർക്ക് എല്ലാവർക്കും. ഒറ്റ അടിക്കുക കേട്ടോ, എല്ലാവരും ഓണാക്കി കണ്ട ടെലഗ്രാം. അല്ല യുമാ നിനക്ക് മാത്രം, നിനക്ക് അത് ആ പരിപാടിയില്ല, ഒറ്റ അടിക്ക് എല്ലാവർക്കും സെൻഡ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുതുബ കഴിയുമ്പോഴത്തേക്ക് എല്ലാം സെൻഡ്. റാഹത്ത്. ആ ആഴ്ച ഇറങ്ങിയ പടം മുഴുവൻ സെൻഡായി. എല്ലാം വാങ്ങിച്ചോണ്ട് പോവുക. ജുമായിക്ക് വള്ളി വന്നതാ, ബർക്കത്ത് നേടാൻ വന്നിട്ട് ആവശ്യമില്ലാത്തതായിട്ടാ പോയത്. ഇതല്ലേ പള്ളികളിൽ തന്നെ നടക്കുന്നത്. 2ാം നിലയിലൊക്കെ കമ്മിറ്റി ഭാരവാഹികൾ കയറി ഒന്ന് നോക്കണം എന്താണ് അവസ്ഥ, മക്കളുടെ ശൈലി എന്താണ്, ഏത് കോലത്തിലാണ്. ഇത്തഖുല്ലാ, പടച്ചറപ്പിനെ പേടിച്ച് ജീവിക്കണേ എന്ന് പള്ളിയിൽ മിമ്പർ എന്ന് പറയുമ്പോൾ പള്ളികളുടെ അവസ്ഥ ഇതാണ്. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹീൻ ഉൾപ്പെടുത്തട്ടെ. നടക്കുന്ന സംഭവങ്ങളാണ് ഈ പറയുന്നത്. ലഹരിക്കടിമപ്പെടുന്ന ആളുകൾ ഏത് സദസ്സുകളിലും വരാൻ മടിക്കാത്ത ഘട്ടം. പ്രത്യേകിച്ച് ലഹരിക്കടിമപ്പെടുന്ന ആളുകൾ അവർ പരസ്യമായുള്ള റാത്തീബ മൗലിദ് സദസ്സുകളിലൊക്കെ പങ്കെടുക്കാൻ അവരോർക്കുന്നത് ഞാൻ ഈ കള്ളു കുടിച്ചത് അല്ലെങ്കിൽ ലഹരി നുണഞ്ഞത് ആരും അറിഞ്ഞിട്ടില്ല എന്നാണ്. അത് അറിയിക്കാതിരിക്കാൻ എല്ലാവരുടെയും കൈക്ക് പിടിച്ച് പ്രത്യേകം മുസാഫാത്തും ചെയ്യും. കാരണം ഇവരുടെ മനസ്സിലെന്താ ഉദ്ദേശം, ഞാനിത് കുടിച്ചിട്ടില്ല എന്നുള്ളത് എല്ലാവരെയും അറിയിക്കണം. അതിന് പ്രത്യേകമായി എല്ലാവരെയും ഇന്ന് വരെ മുസാഫത്ത് ചെയ്യാത്ത ആളെയും കൈക്ക് പിടിച്ച് മുസാഫത്ത് ചെയ്തിട്ടേ പോകുള്ളൂ. അതിലൂടെ തന്നെ മനസ്സിലായിക്കോണം അവനെന്താണ് ലഹരി നുണഞ്ഞിട്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ അതിന് അഡിക്റ്റായി പോയി. ചെറുപ്പക്കാരൊക്കെ ഇഷ്ടം പോലെ അതിന് അഡിക്റ്റായി. ഒരു ഹദീസ് കേട്ടോ, ശരിക്കും ശ്രദ്ധിക്കണം. ഞാനിതിനാ ഇത് പറയുന്നത്, ഇന്നലത്തെ ദിവസം 1500 കോടി രൂപയുടെ MDMA പിടിക്കപ്പെട്ടു. 1500 കോടി. എവിടെ? കൊച്ചു കേരളത്തിൽ. നമ്മുടെ ഈ കേരളത്തിലെ അവസ്ഥയാണ്. പഞ്ചാബിനേക്കാളും ഹരിയാനയെക്കാളും ഒക്കെ ഏറ്റവും കൂടുതൽ ലഹരി ഉൽപ്പന്നം ഉപയോഗിക്കുന്നത് ഇന്ന് ഈ കേരളത്തിലാണ്. 100%-ൽ 46% ലഹരിക്കടിമപ്പെടുന്ന ആളുകളായി മാറി എന്ന് പറയുമ്പോൾ എത്ര കൂടുതലാണ് മനസ്സിലാക്കണം. എന്നാൽ നല്ല വിദ്യാഭ്യാസം, അക്ഷര വിദ്യാഭ്യാസമുള്ളത്, സാക്ഷരത നേടിയതാകുന്ന ജനത, അതും കേരളം തന്നെയാണ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. പക്ഷെ ലഹരി ഉപയോഗിക്കുന്നതിലും വലിയതാകുന്ന നേട്ടം നമ്മുടെ നാട്ടുകാരാണ്. അല്ലാഹു നമ്മളെ കുമാറാവട്ടെ. ഒരു ഹദീസ് കേട്ടോ, ശരിക്കും ശ്രദ്ധിച്ചു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ഖംരി 10. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലഹരിയുടെ വിഷയത്തിൽ 10 പേരെ ശപിച്ചുവത്രേ. ആസിറഹാ ومعتصرها وشاربها وحاملها والمحمولة إليه وساقيها وبايعها وآكل ثمنها والمشتري لها
വൽ മുസ്തറാത ലഹു. ആലഞ്ചേരിയിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്. നമ്മുടെ മക്കളെ ശരിക്ക് ശ്രദ്ധിക്കേണ്ട സമയമാണ്. ആദരവായ പ്രവാചകരോടുള്ള മഹബത്ത് നൽകിയിട്ടില്ല എങ്കിൽ മക്കള് പിഴച്ചു പോകുന്ന ഘട്ടമാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്ന് വരെ ഒരാളെ പോലും ചീത്ത വിളിക്കാത്ത, ഒരാളോടും അപവാദ പ്രചരണം പറയാത്ത, ഒരാളെ കുറിച്ചും ഫന പറയാത്ത, ഒരു ഫസാദിലും ഏർപ്പെടാത്ത, ഒരു ഗീബത്തും പറയാത്ത, ഒരു ഏഷണിയും പറയാത്ത, ഒരു ഭീഷണിയും മുഴക്കാത്ത, അനാവശ്യമായ സംസാരങ്ങൾ നടത്താത്ത, കള്ളം പറയുക പോയിട്ട് കള്ളം ചിന്തിക്കുക പോലും ചെയ്യാത്തതാകുന്ന മുത്തുനബി അവിടുത്തെ ശറഫാക്കപ്പെട്ട നാവിലൂടെ 10 പേരെ ശപിച്ചുവത്രേ. 10 പേരെ ശപിച്ചുവത്രേ. മദ്യം വാറ്റുന്നവനെ അല്ലാഹുവിന്റെ റസൂൽ ശപിക്കുകയാണ്. കള്ള് ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവനെ, അത് വാറ്റുന്നതായ വ്യക്തിയെ റസൂലുള്ള ശപിച്ചിരിക്കുകയാ. അത് വാറ്റാൻ വേണ്ടി നിയോഗിച്ചവൻ പറഞ്ഞവനെയും റസൂലുള്ള ശപിച്ചിരിക്കുകയാ. ഈ കള്ള് വഹിച്ചുകൊണ്ട് നടക്കുന്നതായ ഡ്രൈവർമാരില്ലയോ, ബാർ ഹോട്ടലുകൾ ജോലി ചെയ്യുന്ന ഡ്രൈവർമാരില്ലേ, ഉസ്താദേ ഇന്ന് വരെ ഞാൻ കള്ള് കുടിച്ചിട്ടില്ല, ഞാൻ വണ്ടി ഓടിക്കുന്ന ജോലി മാത്രമാണ് ചെയ്തിട്ടുള്ളത്, കള്ളിന്റെ സാധനം കൊണ്ടുവരലല്ലേ പണി. അല്ലാഹുവിന്റെ റസൂല് നിന്നെ ശപിച്ച വിവരം അറിയാതെ പോകരുതേ. വൽ മഹ്മൂലത ഇലൈ, ആർക്ക് വേണ്ടിയാണോ ഇത് ചുമന്നുകൊണ്ട് പോകുന്നത് അവനെയും അല്ലാഹുവിന്റെ റസൂല് ശപിച്ചിരിക്കുകയാണ്. ഈ കള്ളു കുടിക്കുന്നവനെയും റസൂലുള്ള ശപിക്കുകയാണ്. ബാർ ഹോട്ടലുകളിലും ഷാപ്പുകളിലും ഒക്കെ ജോലി ചെയ്യുന്ന ജീവനക്കാരില്ലേ, കള്ളു ഒഴിച്ചു കൊടുക്കുന്ന സഹോദരങ്ങളില്ലേ, ഇന്ന് വരെ കുടിച്ചിട്ടില്ല ഉസ്താദേ, 15,000-നും 20,000-നും ഞാൻ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്, കള്ളു ഒഴിച്ചു കൊടുത്തിട്ടേയുള്ളൂ, ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറയരുതേ. നിന്റെ ഒഴിച്ചു കൊടുക്കുന്ന തൊഴിൽ അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെടുന്നില്ല. അത് ഒഴിച്ചു കൊടുക്കുന്നവനെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുകയാണ്. അത് വിൽപ്പന നടത്തുന്നവനായ അഥവാ കച്ചവടക്കാരനെയും റസൂലുള്ള ശപിച്ചിരിക്കുകയാ. അത് വിറ്റിട്ട് അതിന്റെ പൈസ കഴിക്കുന്നവനെയും അതുകൊണ്ട് ആഹാര സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് മക്കളെ തീറ്റിപ്പോറ്റുന്നവരെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചുവത്രേ. ലഹരി ഉൽപ്പന്നങ്ങൾ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരില്ലേ, സഹോദരങ്ങളില്ലേ, ദമ്പതിമാർ നമുക്കിടയിലില്ലേ. നഊദു ബില്ലാഹ്. എറണാകുളം ജില്ലയിൽ ഈ അടുത്തിടെ തന്നെ കണ്ണൂരിൽ നിന്ന് വന്ന മുസ്ലിം ദമ്പതിമാരെ എക്സൈസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യുകയാണ്. മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ ബിസിനസ് ചെയ്യാൻ വന്നവരാണ്. നാട്ടിലുള്ളതാകുന്ന പട്ടിണി പാവങ്ങൾക്ക് വിശപ്പ് മാറ്റാൻ വന്നവരല്ല. ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവന് വസ്ത്രം നൽകാൻ വന്നവരല്ല. മറിച്ച് മാരകമാകുന്ന രോഗത്തിന് അടിമപ്പെടുന്ന ക്യാൻസർ വരുത്തുന്നതായ ലഹരി ഉൽപ്പന്നങ്ങൾ സമൂഹത്തിൽ കച്ചവടം ചെയ്ത് കുറഞ്ഞ രീതിയിൽ കച്ചവടം ചെയ്തിട്ട് അതിൽ നിന്ന് വലിയ ലാഭമുണ്ടാക്കി കഴിക്കാൻ വന്നവരാ. അല്ലാഹുവിന്റെ റസൂൽ ശപിച്ച വിവരം അറിയാതെ പോകരുതേ. തീർന്നില്ല. വൽ മുസ്തരിയ ലഹാ, അത് വാങ്ങുന്നതായ വ്യക്തിയെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുകയാണ്. എനിക്ക് കോട്ട കിട്ടിയതാണ്, ഞാനത് കൊണ്ടുവന്ന് കൊടുത്തേയുള്ളൂ, ഞാൻ കുടിച്ചിട്ടില്ല എന്ന് നീ പറയരുതേ. കൂട്ടുകാരെ സന്തോഷിപ്പിക്കാൻ ഓണത്തിനും ക്രിസ്മസിനും പെരുന്നാളിനും എന്ന് വേണ്ട ആഘോഷങ്ങൾ വളർന്നു വരുമ്പോ, വാപ്പ മരിക്കുമ്പോ, ഉമ്മ മരിക്കുമ്പോ, ജനങ്ങളുടെ മരണത്തിന്റെ പേരിലും അവരുടെ വേർപാടിന്റെ പേരിലും നൊമ്പരപ്പെട്ടുകൊണ്ട് കൂട്ടുകാർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നവരെ
നിന്റെ വാങ്ങിക്കൊടുക്കൽ തന്നെ റസൂലുള്ള ശപിച്ചു എന്ന് അറിയാതെ പോകരുതേ, പോകരുതേ. വൽ മുസ്തറാത്ത ലഹു, ആർക്ക് വേണ്ടിയാണോ ഈ സാധനത്തെ വാങ്ങിച്ചത് അവനെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ആദരവായ പ്രവാചകനെ ശപിച്ചാൽ ഈ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ വെച്ചുകൊണ്ട് പുനരൂരുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ അറിയാതെ പോകരുതേ, പോകരുതേ. അവരെ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ച വിഭാഗമാണ്. മലായികത്തുകൾ ആമീൻ പറഞ്ഞ വിഭാഗമാണ്. റസൂലുള്ള ശപിച്ചാൽ അതിന് ആമീൻ ലോകത്തുള്ള സർവ്വ മലായികത്തുകൾ പറയില്ലേ, പറയില്ലേ. സർവ്വ ഔലിയാക്കളും സർവ്വ അമ്പിയാക്കളും സർവ്വ മുഅ്മിനീങ്ങളും സാലിഹീങ്ങളും അവർക്കെതിരിൽ പ്രാർത്ഥിക്കുകയില്ലേ. അതുകൊണ്ട് നിസ്സാരമല്ല, ഒഴിവാക്ക്. നിസ്സാരമല്ല ലഹരി ഉപയോഗം, പരിപൂർണമായി ഒഴിവാക്ക്. വാപ്പ ഇങ്ങനെ കാജാബീഡിയും സാധനങ്ങളൊക്കെ വലിച്ച് തിരുട്ട് ഐറ്റമൊക്കെ വലിച്ചിട്ട് മക്കളെ പിഴപ്പിച്ചു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഉസ്താദ് പറയുന്നുണ്ട്, ഈ പുകയില ഉണ്ടായത് എവിടുന്നറിയോ? അതിന്റെ ആവിർഭാവം തുടക്കം എവിടെയാണ്? പിശാച് മൂത്രമൊഴിച്ച സ്ഥലത്താണ് ഇത് കിളുത്തത് ആദ്യം. അതാണ് ഇങ്ങനെ ചുരുട്ടാക്കിയിട്ട് വലിച്ചു വിടുകയാണ്. എന്നിട്ട് പറയാ ഒന്നുകൂടെ കൊണ്ടുവന്ന് എന്താ എന്താ ഒരു ബഫും കൂടെ എടുക്കട്ടെ. എന്നിട്ട് വലിച്ച് തലയെ കയറ്റിയുള്ള പുകയെല്ലാം അവിടെ കയറി കഴിയുമ്പോ അപ്പം പറയും ഇപ്പം നല്ല രസം. ഇപ്പൊ പുനലൂർ ഒരു പള്ളിയൊക്കെ ഓർമ്മയുണ്ട്, പാലാപ്പള്ളി, തിരുപ്പള്ളി. അതാ അവസ്ഥ. അള്ളാഹു നമ്മളെ കാക്കുമാറാവും. ഇവന് ഭയങ്കര ചിരിയല്ലോ, അതിന്റെ ആളാന്ന് തോന്നാണ്. ഇതാണ് അവസ്ഥ. ഇതല്ലേ സമൂഹത്തിന്. എന്താ കാര്യം? ഇതെല്ലാം കിക്കായിരിക്കുക. എന്താ തലയെ കയറിയിരിക്കുന്നത്? പിശാചിന്റെ മൂത്രമാണ്. അതുകൊണ്ടാണ് ഇവരെന്ത് നല്ല റാഹത്തായിട്ട് കയറിയിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. കാരണം ഇത് എവിടുന്നാ ഇത് ഉണ്ടായത്? പിശാച് മൂത്രമൊഴിച്ച സ്ഥലത്ത് നിന്നാണ് ഇത് കിളുത്തു വന്നത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ലോകം മുഴുവൻ അങ്ങനെയായി പോയി. വാപ്പ വലിച്ചു വിടുന്നതാകുന്ന ഈ പുക പുറത്തേക്ക് വിടുമ്പോ 2 വയസ്സും 1.5 വയസ്സും 5 വയസ്സുള്ള മക്കളൊക്കെ വീട്ടിൽ വാപ്പാടെ അടുത്ത് വന്നിരിപ്പുണ്ട്, തോളത്തേരുന്ന് കളിക്കുന്നുണ്ട്. ഈ പുറത്തേക്ക് വിടുന്ന പുക ശ്വസിച്ചിട്ട് മാരകമാകുന്ന ക്യാൻസർ പിടിക്കുന്നത് പ്രിയപ്പെട്ട മക്കൾക്കാണെന്ന് അറിയാതെ പോകരുത്. അപ്പ 80 വയസ്സ് വരെ ജീവിച്ചിരിക്കും, മക്കൾ 40 ആകുമ്പോ കാഞ്ഞു പോകും. കാരണം എന്താ? ഈ പുക ശ്വസിച്ചിട്ട്. ഏറ്റവും ദുരിതം ആർക്കാണ്? ഇത് ഊതി വിടുമ്പോ പുറത്ത് ശ്വസിക്കുന്നവരാണ്, ഭാര്യയ്ക്കും മക്കൾക്കാണ്. അത് അറിയാതെ പോകും. ചിലർ ബെഡ്റൂമിലൊക്കെ ഇരുന്നിട്ട് രാത്രിയിൽ അങ്ങ് വലിച്ചു വിടുകയാണ്. ഇവിടെ തന്നെ കിടന്ന് കറങ്ങി റൂമിൽ മുഴുവൻ അതാണ്. ചിലർ ടോയ്ലറ്റിനുള്ളിൽ കയറിയാൽ തീർന്ന് പിന്നെ പുകയോടെ പുകയാണ്. ആളതിനകത്തുണ്ടെന്ന് അറിയുന്നത് വെളിയിൽ കൂടെ ഇങ്ങനെ പുക പോകുമ്പോഴാണ്. ആളവിടെ ചോറും കറിയും വെക്കുകയാണ്. ഭയങ്കര പുക, ഫുള്ള്. 1, 2 എന്നല്ല, 5-6 പാക്കറ്റ്. എന്തിനാണ്? ചെറിയൊരു സാധനം പുറത്തേക്ക് ഇടാൻ വേണ്ടി. അതിന് കയറിയതാ 1.5 മണിക്കൂർ. ചിലർക്ക് ഇത് വലിച്ചെങ്കിലേ ഈ സാധനം പോവുള്ളൂ. അങ്ങനെ ഇരിക്കുക. അമേദ്യം പുറത്തോട്ട് പോകണമെങ്കിൽ ഇത് വലിക്കണം. ഇത് പറയണ്ടേ? ഉള്ളവരും തുറന്നു പറയണ്ടേ? അതൊക്കെ ആര് പഠിപ്പിച്ചതെന്ന്? ഉള്ളതും കൂടെ കട്ട പിടിച്ച് ഉറച്ചു പോകും. ശരിക്കും പോകൂല. മനസ്സിലാക്കി, ശാസ്ത്രം മനസ്സിലാക്കി. ലോകാരോഗ്യ സംഘടന പറയുന്നു ഇത് ദുശ്ശീലമല്ല, മാരകമാകുന്ന രോഗമാണ്. എന്ത്? ഈ ലഹരി ഉപയോഗം മാറ്റിയെടുക്കണം. ഞാനെന്തിനാ ഇപ്പൊ ഇത് പറയുന്ന? ഇടയിൽ കൂടെ ഏറ്റവും കൂടുതൽ ഇന്ന് കാലികമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ലഹരി ഉപയോഗം. വല്ലാതെ കൂടി വരികയാണ് സമൂഹത്തിൽ, വല്ലാതെ കൂടി വരികയാണ്. മഹല്ലൊക്കെ ഉണരണം. ലഹരി മുക്ത ജീവിതം നയിക്കാൻ ഇമാമിന്റെ നേതൃത്വത്തിൽ എല്ലാ വീടുകൾ തോറും പ്രത്യേകമായി ചെന്ന് അന്വേഷണം നടത്തേണ്ട ഘട്ടം എത്തിയിരിക്കുന്നു. നമ്മുടെ മക്കളെ കുറിച്ച്, അവരുടെ പഠനത്തെക്കുറിച്ച്, അവരുടെ നിലവാരത്തെക്കുറിച്ച്, അവരുടെ രൂപവും അവരുടെ ഭാവവും അവരുടെ ശൈലിയും ഒക്കെ മാറ്റൽ നിർബന്ധമാണ്. മഹല്ലടിസ്ഥാനത്തിൽ തന്നെ നിലകൊള്ളണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിന് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നമ്മുടെ മഹല്ലിന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വലിയ വിപത്താണ്. കള്ളു കുടിച്ചാൽ വാപ്പ ഏത് ഉമ്മ ഏതെന്ന് അറിയില്ല. അത് നിർത്താൻ സമയം കഴിഞ്ഞു. വാപ്പ ആരാണ് ഉമ്മ ആരാണെന്ന് അറിയില്ല. കഴിഞ്ഞില്ലേ? കഴിഞ്ഞിട്ടുണ്ട്. പ്രസിഡന്റിന് ഉറക്കം വരുന്നത് ഒന്നുമില്ല കേട്ടോ. അൽഹംദുലില്ലാ. സാധാരണ കമ്മിറ്റിക്കാരെ ഒന്നും ഇങ്ങനെ കാണാൻ കിട്ടൂല. സാധാരണ വാതിനൊക്കെ അവര് അതൊക്കെ നടത്തിക്കാൻ ആയില്ല എന്ന് പറയുന്നത്. പക്ഷേ അൽഹംദുലില്ലാ, ഞാൻ വരുന്നതിന് മുമ്പേ പ്രസിഡന്റ് ഇവിടെ ഹാളിറായിട്ടുണ്ട്. ഹാളിറു ഈ മജ്‌ലിസിൽ ഹാളിർ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഹാളിറാകുന്ന മാത്രമല്ല, അവർ 5 മിനിറ്റ് ഇരുന്നിട്ട് പോകുന്നില്ലല്ലോ, ഇത്ര നേരം ഇരുന്നില്ലേ. അങ്ങനെ വേണം. അത് ഈമാനുള്ളതിന്റെ ലക്ഷണമാണ്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ.
ഇനിയിപ്പോ പോകാനേ പറ്റൂല, ഇപ്പൊ പോകാന്ന് കരുതിയിരുന്നായിരുന്നു. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഞാൻ നിർത്തട്ടെ, വേഗം നിർത്തും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരൊറ്റ കാര്യം കൂടി പറയാം. മാഷാ അല്ലാഹ്, നാളെ ഇശായിന് ശേഷം ബുർദ മജ്ലിസ് ഉണ്ട്. ഞാൻ ഇന്ന് ഇവിടെ വരുമ്പോ അൽഹംദുലില്ലാ നല്ല മദ്ഹ് ചെല്ലുന്നത് കേട്ടോ. ആരായിരുന്നു ചെല്ലിയത്? ആരായാലും ഉസ്താദായിരുന്നു. നല്ല സൂപ്പറായിട്ടുണ്ട്. ഉസ്താദിന്റെ പേരെന്തായാലും ഇതിലാജ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അല്പസ്വല്പം അതിനെക്കുറിച്ച് പറഞ്ഞതും തുടക്കത്തിൽ. കാരണം അങ്ങനെയുള്ള ആളുകൾ, താല്പര്യമുള്ളവർക്ക് കൂടുതലൊരു പ്രചോദനം, എന്താണ് ഈ സംഭവം എന്ന് മനസ്സിലാക്കാൻ നല്ലതാണ്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. നാളെ ഇശാന് ശേഷം ബുർദ മജ്ലിസ് ഉണ്ട്. നോട്ടീസിൽ അത് പ്രിന്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അത് പ്രത്യേകമായിട്ടൊന്ന് മെൻഷൻ ചെയ്യുന്നത്, ഓർമ്മപ്പെടുത്തുന്നത്. ഇശാഇന് ശേഷം നാളെ എല്ലാവരും പാടുവാക്കാകാം ഇൻഷാ അല്ലാഹ്. സ്ത്രീകളുണ്ടോ? എല്ലാവർക്കും പങ്കെടുക്കാം ഇൻഷാ അല്ലാഹ്. ഇശാഇന് ശേഷമാണ് കേട്ടോ, നാളെ ഇശാഇന് ശേഷമാണ്. സ്ത്രീകൾക്കും പ്രത്യേക സൗകര്യം ഉണ്ടാവും. ഒരു വ്യക്തി 99 ലക്ഷം സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അതായത് അള്ളാഹു കബൂലാക്കുമാറാവട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ആമീൻ പറയും. വലിയ തൗഫീഖല്ലേ സലാത്ത് ഇല്ല എന്ന് പറഞ്ഞ, വലിയ തൗഫീഖാണ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ ചാരത്ത് വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നി അക്സുറു സലാത്ത അലയ്യ യാ ഹബീബല്ലാഹ്, ഇന്നി അക്സിറു സ്വലാത്ത് അലൈക യാ ഹബീബല്ലാഹ്, തങ്ങളുടെ മേൽ സ്വലാത്ത് അധികമായി ചൊല്ലുന്ന വ്യക്തിയാണ്. ഫകം അജഅലു ലക സ്വലാത്തി, ഞാൻ എത്രയാണ് അവിടത്തേക്ക് ദിനേന സ്വലാത്ത് ചൊല്ലേണ്ടത് ഒന്ന് പറയുമോ ഹബീബേ, പറയുമോ ഹബീബേ? തങ്ങളൊന്ന് പറയും, എത്ര സ്വലാത്ത് ഞാൻ ചൊല്ലണം ഒരു ദിവസം? നബി തങ്ങൾ പറഞ്ഞു, മാശിഅത, നീ എത്ര ഉദ്ദേശിക്കുന്നു അത്ര ചൊല്ലിക്കോ. അങ്ങനെയാണ് നബി മറുപടി കൊടുത്തത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഫർറുബഅ യാ റസൂലല്ലാഹ്, എന്റെ ജീവിതത്തിന്റെ 4/1 ഭാഗം, ദിവസത്തിന്റെ 4/1 ഭാഗം തങ്ങൾക്ക് ഞാൻ സലാത്ത് ചെല്ലട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാശിഅത ഫഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക്, നീ ഉദ്ദേശിക്കുന്ന അത്ര ചൊല്ലിക്കോ, നീ അധികരിപ്പിച്ചാൽ വലിയ ഗുണമാണ് നിനക്ക് ഹബീബ് റസൂലുള്ളാഹി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എങ്കിൽ പകുതിയോളം ഞാൻ ചൊല്ലിക്കണം. എന്റെ ആയുസിന്റെ പകുതി, എന്റെ ദിവസത്തിന്റെ പകുതി. ഒരു ദിവസത്തെ 2ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അതിന്റെ പകുതി സമയം തങ്ങൾക്ക് ഞാൻ സലാത്ത് ചൊല്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക്, കൂട്ടിയാൽ നിനക്ക് ഗുണം. സയ്യിദുനാ റസൂലുള്ളാഹി ഫസുലുസൈനി, 2/3 ഭാഗവും തങ്ങൾക്ക് ഞാൻ സലാത്ത് ചൊല്ലാം. നബി തങ്ങൾ പറഞ്ഞു, ഫഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക്, കൂട്ടിയാൽ നിനക്ക് ഗുണം. ആരെക്കുറിച്ചാ പറയുന്നത്? നബി തങ്ങളുടെ മേൽ സ്വലാത്തിനെ കുറിച്ച്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്വലാത്ത്, അല്ലെങ്കിൽ അതിന് തത്തുല്യമായ ഉപോത്ബലകമായ സ്വലാത്ത് തങ്ങൾക്ക് ചെല്ലുന്നതിനെ കുറിച്ച് ഒരു അനുയായി, മുത്തുനബിയുടെ ഒരു സ്വഹാബി ചോദിക്കാൻ, വേറൊന്നും ചെല്ലാൻ കിട്ടാണ്ടാണോ? ഭയങ്കര ശ്രേഷ്ഠതയാണത്. അതുകൊണ്ടാണ്. അവസാനം മുത്തുനബിയോട് ഈ മനുഷ്യൻ പറഞ്ഞു, അജ്അലു ലക സ്വലാത്തി കുല്ലഹാ, എന്റെ ജീവിതം മുഴുവനും തങ്ങൾക്ക് ഞാൻ ഫർളായ കാര്യങ്ങൾ ഒഴിച്ചാൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നിലകൊള്ളാം. എന്റെ ജീവിതം മുഴുവൻ അതാ പരിപാടി. അപ്പൊ നബി എന്താ പറഞ്ഞെന്നറിയോ? കേട്ടോ കേട്ടോ കേട്ടോ, ശരിക്കും കേട്ടോ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദൻ തുക്ഫാ ഹമ്മുക, ഇദൻ തുക്ഫാ ഹമ്മുക വയുഗ്ഫറു ലക ദംബുക. ജീവിതം മുഴുവനും ഫർളായ കാര്യങ്ങൾ കഴിച്ചാൽ നീ സ്വലാത്ത് അധികരിപ്പിച്ചുകൊണ്ട് നിലകൊണ്ടാൽ നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മനക്ലേശങ്ങളും മനപ്രയാസങ്ങളും നീക്കിത്തരുമേ, നിന്റെ പാപങ്ങൾ പുറത്തു നൽകുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. 2 നേട്ടങ്ങളാണ് പ്രവാചകൻ എടുത്തു പറഞ്ഞത്. ആ 2 നേട്ടങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഇന്ന് ഓടുകയാണ്. തെറ്റുകൾ വ്യാപൃതനായ മനുഷ്യൻ എവിടുന്നാണ് പാപമോചനമെന്ന് കരുതിക്കൊണ്ട് നിലകൊള്ളുന്നവരെ ഹബീബായ നബി തങ്ങളുടെ മേൽ സ്വലാത്ത് അധികരിപ്പിച്ചാൽ ആ പ്രവാചകൻ പറയുന്നു, അല്ലാഹു നിനക്ക് പാപമോചനം നൽകുന്നതാണ്. തീർന്നില്ല. രണ്ടാമതായി മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സമാധാനപൂർണമായ ജീവിതമാണ്. എവിടെയാണ് സമാധാനം കിട്ടുന്നത്? എവിടെയാണ് ശാന്തിയടന്ന ജീവിതം ലഭിക്കുന്നത്? അസമാധാനത്തിലൂടെ ജീവിക്കുന്ന സമൂഹമേ ശാന്തി നിനക്ക്
വേണോ, സമാധാനം വേണോ, നിന്റെ എല്ലാ മനപ്രയാസങ്ങളും നീങ്ങണോ, സ്വലാത്ത് നിന്റെ ജീവിതത്തിൽ കൂടപ്പിറപ്പാകണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അധികമായി സ്വലാത്ത് കൊണ്ടിരുന്നാൽ എല്ലാ മനപ്രയാസവും നീങ്ങും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ റബീഉൽ അവ്വൽ വിട പറയുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഇനിയുണ്ട് 20 ദിവസം, ഞാനൊരു 10,000 സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ചൊല്ലി തീർക്കുമെന്ന് നല്ല നിയ്യത്ത് വെച്ച് പള്ളിയുടെ മുന്നിൽ പറയാൻ പറ്റുന്നവരാരാ? ആരാ ഉള്ളത്? ഒന്ന് കൈ ഉയർത്തിക്ക്. എത്ര പേരുണ്ട്? മാഷാ അല്ലാഹ്, ഖുലൂ തക്ബീർ. അല്ലാഹു തൗഫീഖ് നൽകണം. അറിയാവുന്ന സ്വലാത്ത് മതി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. 10,000 സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എത്രയാ? ഒരു ദിവസം ഒരു 500 വെച്ച് ചെല്ലിയാൽ സുഖമായി തീർക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു 1000 വെച്ച് ചെല്ലിയാൽ പെട്ടെന്ന് തീരും, 10 ദിവസം കൊണ്ട് തീരും. വേറെന്താ പാടി? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചെല്ലി നോക്ക്. നിങ്ങൾ റബീഉൽ അവ്വൽ കഴിയുമ്പോൾ വിവരം അറിയും, അതിന്റെ ഗുണം കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തിനാ ആവശ്യമില്ലാത്ത വർത്താനം, ഫനായും ഫസാദും പറഞ്ഞ് നമ്മുടെ സമയങ്ങളെ നമ്മൾ കൊന്നുകളഞ്ഞു. എത്രയോ നേരം യൂട്യൂബും ഫേസ്ബുക്കും വാട്സാപ്പും നോക്കി നമ്മുടെ ജീവിതം മുഴുവൻ കഴിച്ചുകൂട്ടി. വല്ലതും കിട്ടിയോ? ഒരു ഗുണവും ഇല്ല. കണ്ടതൊക്കെ നമ്മൾ മറന്നു പോവാൻ. ഒരു ദിവസം കഴിയുമ്പോഴേ മറന്നു പോവാൻ. പുതിയത് കാണാനുള്ള ത്വരയാൻ. ഓരോ റീൽസും കണ്ടിട്ട് ഇങ്ങനെ സമയങ്ങൾ നമ്മൾ ചെലവഴിച്ചു. ഓരോ സമയത്തും വാട്സാപ്പിൽ പല മെസ്സേജുകൾ നമ്മൾ കണ്ടു. ഒരു ഗുണവുമില്ല. ആ കിട്ടിയ വിവരം കൊണ്ട് ഒരു അമൽ പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാൽ അശുദ്ധിയുടെ സമയത്ത് പോലും സ്ത്രീകൾക്കടക്കം പ്രതിഫലം ലഭിക്കുന്ന ഒരേ ഒരു പ്രതിഫലാർഹമായ അമൽ അത് സ്വലാത്താണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. സ്ത്രീകൾക്ക് അശുദ്ധിയുള്ള ഘട്ടത്തിൽ പോലും ആ ഒരു മാസമുറയുടെ സമയത്ത് പോലും അവർ ചൊല്ലിയാൽ അവർക്ക് കൂലി ലഭിക്കും. ഹബീബായ നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ. അടുക്കളയിൽ നിൽക്കുന്ന സമയം, നമ്മൾ ബിസിനസ്സുകാരെ കടയിലിരിക്കുന്ന സമയം ഒരു 10 സ്വലാത്ത് ചൊല്ലിൻ. കച്ചവടത്തിൽ ബറക്കത്തുണ്ടാവട്ടെ, കുടുംബജീവിതത്തിൽ ബറക്കത്തുണ്ടാവട്ടെ, മക്കള് സാലിഹാകട്ടെ, നിയ്യത്തുകൾ വെച്ച് ചൊല്ലിൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നിയ്യത്തുകൾ അല്ലാഹു സാധൂകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് വരുന്ന 9-ാം തീയതി